പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ആയിത്തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തതുപോലെ ഇന്ന് നമുക്ക് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് വളരെ ആത്മാർത്ഥതയോടെ ഉപവാസത്തോടെ ആയിരുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്. അവരെ എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാവിലെ മുതൽ വോയിസ് ക്ലിപ്പിലൂടെ പ്രാർത്ഥിക്കുകയും വളരെ ആത്മാർത്ഥതയോടെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥമായ ഈ സഹകരണം വളരെ നന്ദിയുണ്ട്. ദൈവം, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പ്രതിഫലം തന്ന് മാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശ്വസ്തനാണ്. ദൈവം സഹായിക്കും. നമുക്ക് ഇന്നത്തെ ഈ മീറ്റിംഗ് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. നാം എല്ലാവരും ഇന്ന് നാം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവം ഈ അവസാന സെക്ഷനിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വലിയ പ്രവൃത്തി ഉണ്ടാകേണ്ടത്, നമ്മുടെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ ഒക്കെ ഫലം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ അത് അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. നാം എല്ലാവരും സ്തോത്രം ചെയ്ത് ദൈവത്തിന് അല്പസമയം സ്തോത്രം ചെയ്ത് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും നമുക്കൊരു മനസ്സോടെ നമ്മൾ ഇന്ന് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ, വിവിധ ഡിവൈസുകളിൽ ഇരുന്നു കൊണ്ട് നമ്മളായിരിക്കുന്നെങ്കിലും നമുക്ക് ഏകാഗ്രതയോടെ ഒരേ മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നാം ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരു മനയോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ ഉണ്ടാകേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ഈ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ പാസ്റ്റർ സുജിത് സുരേന്ദ്രൻ പ്രാർത്ഥിച്ച് ആരംഭിച്ചാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, സമയത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവെ, അകപ്പേ ബൈബിൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കർത്താവെ, ഈ ഉപവാസ പ്രാർത്ഥന കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രാരംഭം മുതൽ അവിടുന്ന് നിയന്ത്രിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ രാത്രി വേളയിലും കർത്താവെ കൂടിയെന്നും എല്ലാവരും ദൈവകരങ്ങളിൽ, പ്രത്യേകിച്ച് ലാലു പാസ്റ്ററേയും മിനിസ്ട്രിയും ബന്ധപ്പെട്ട എല്ലാ ദേവദാസന്മാരെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദേവദാസിമാരെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഇന്ന് ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും തലവണയ്ക്ക് എല്ലാവരും കരങ്ങൾ ഏൽപ്പിക്കുന്നത് പ്രാരംഭം മുതൽ അവിടെ എല്ലാ വിഷയങ്ങളെയും, പറയപ്പെട്ട വിഷയങ്ങളൊക്കെയും കർത്താവെ ദൈവം മറുപടി വയ്ക്കുന്ന സമയമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകല വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുന്ന സമയമായി ഹല്ലേലൂയ കടന്നു വന്ന എല്ലാവരും അവിടെ തലമണിക്ക് എല്ലാവരും ഓരോരുത്തരും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ആത്മാവിന്റെ ഒരു പകർച്ച കർത്താവേ ഈ രാത്രികാലം കല്ലറയിൽ നിന്ന് ഉയർക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ അതേ പ്രവൃത്തി, അതേ ആത്മാവിന്റെ പ്രവൃത്തി ഓരോ വ്യക്തിയിലൂടെ വെളിപ്പെടുവാൻ തക്കണം ഇടയായിത്തീരണം കർത്താവേ. ബൈബിൾ ക്ലാസ്സിലും പങ്കെടുക്കുന്നവരും ഇത് അനുഭവിക്കുന്ന ഓരോരുത്തരും തിരുനാമം മഹത്വപ്പെടുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി സകല കരങ്ങൾ അടിയനം താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകല മാനവും മഹത്വം എടുക്കും. പ്രാർത്ഥന യാചന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കും. സ്വർഗീയ അടികൾ നല്ല പിതാവേ, ആമേൻ, 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 ആമേൻ. താങ്ക് യു പാസ്റ്റർ സുജിത്. ദൈവം സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇപ്രകാരമായിരിക്കാൻ കർത്താവ് സഹായിച്ചു. നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തതുപോലെ ഇന്ന് ഹല്ലേലൂയ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ ഗ്രൂപ്പിൽ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു. നിങ്ങളെ എല്ലാ ആത്മാർത്ഥതയ്ക്കും സഹകരണത്തിനുമായി നന്ദിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം എല്ലാം നന്നായി ചെയ്യും. നമുക്ക് ആദ്യമായി ഹല്ലേലൂയ നമുക്ക് ചില പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നാം ഇന്ന് ഒരുമിച്ചായിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നമ്മൾ വിവിധ രാജ്യങ്ങളിലിരുന്ന്, ഒരുപക്ഷെ വിവിധ ഭവനങ്ങളിലെ വിവിധ ഡിവൈസുകളിലിരുന്നാണെങ്കിലും നമ്മുടെ മനസ്സ് ഏകാഗ്രതയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ചില ഗാനങ്ങൾ പാടി നമുക്ക് ദൈവത്തെ ഒരുമിച്ച് ആരാധിപ്പാനായി കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സ്റ്റാൻലി ജോൺ
നമ്മോടൊപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾ നമ്മളോടൊപ്പം ആരാധനയൊക്കെ നയിപ്പാൻ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രിയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് താൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ ആദരവോടെ ചില ഗാനങ്ങൾ പാടുവാനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പാസ്റ്റർ സ്റ്റാൻലി ജോൺ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കേൾക്കാൻ കഴിയുന്നുണ്ടോ? നല്ല എക്കോ ഉണ്ട് കേട്ടോ, ഭയങ്കര എക്കോ ഉണ്ട്. ഓക്കെ ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കൃപയാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കും നിങ്ങളോടൊപ്പം കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും പാടുവാനും ദൈവം ഭാഗ്യം തന്നു. വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പ്രിയ ദൈവദാസൻ ലാലു പാസ്റ്ററിനെ ഒരു പ്രാവശ്യം കൂടി കാണുവാനും ഈ മീറ്റിങ്ങിൽ അഗൈപ്പ് ബൈബിൾ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ചെന്ന വലിയ ഉപകാരത്തെ ഓർക്കുമ്പോൾ ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കുറച്ച് ഗാനങ്ങൾ കേൾക്കുന്ന ലാഘവത്തോടെ ഇരിക്കരുത്. ഗാനങ്ങൾ അറിയാമെങ്കിൽ ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു പ്രാവശ്യം കൂടി കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്നായി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഈ ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. ഒരുപക്ഷെ ഈ മീറ്റിങ്ങിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ പ്രിയ ദൈവദാസൻ ലാലു പാസ്റ്ററിനെ ദൈവം തിരഞ്ഞെടുത്തു. അതിനേക്കാൾ ഉപരി ഈ മീറ്റിങ്ങിൽ നമുക്ക് എല്ലാവർക്കും ദൈവം കയറുവാൻ ദൈവം ഭാഗ്യം തന്നു. ആമേൻ. ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എത്രയോ പേർക്ക് ഇന്നത്തെ ദിവസം കാണാൻ കഴിയാതെ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ എത്രയോ പേർ എഴുന്നേൽക്ക് നിൽക്കാൻ പോലും കഴിയാതെ, ഒന്നുകൂടി പറഞ്ഞാൽ കട്ടിലിൽ നിന്ന് ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ എത്രയോ പേർ ആയിരിക്കുമോ പ്രിയരെ. അനേക ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് തന്ന ഭാഗ്യം വളരെ വിലയേറിയതാണ്. അങ്ങനെയെങ്കിൽ വചനം പറയുന്നു, ഉദാസീനതയോടുള്ള യാഗങ്ങൾ നമ്മൾ കർത്താവിന് അർപ്പിക്കരുത്. ആമേൻ. അബ്രഹാമിന്റെ ജീവിതം ഒരു പരിശോധിച്ചാൽ A to Z അബ്രഹാം 100-ൽ 100 ദൈവം പറഞ്ഞതില്ല. അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നീ നിന്റെ ഭവനത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ദേശം പോലും പറഞ്ഞില്ല. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്കിന് ദൈവം വില കൽപ്പിച്ചു. എന്നാൽ ദൈവത്തിന് യാഗം അർപ്പിച്ചപ്പോൾ ആ യാഗത്തിനകത്ത് അബ്രഹാം ഉദാസീനത കാണിച്ചു. ആ യാഗത്തിന്മേൽ റാഞ്ചൻ ഇറങ്ങുവാനിട. ഞാൻ പറഞ്ഞത് പ്രിയ, നമ്മുടെ കയ്യടി, നമ്മുടെ ആരാധന, നമ്മുടെ പാട്ട്, നമ്മുടെ പ്രസംഗം, ഇതെല്ലാം ദൈവത്തിന് അനുഗ്രഹപൂർണമായി തീരുന്നുണ്ടോ? ദൈവത്തിന് നല്ല രാഗമായി തീരാൻ നമ്മുടെ ജീവിതം കൊണ്ട് കഴിയും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, കർത്താവേ, വന്നിരിക്കുന്ന ദൈവജനത്തെ കൊണ്ട് കുറെ കൈയടിപ്പിക്കാനല്ല, വന്നിരിക്കുന്ന ദൈവജനത്തെ കൊണ്ട് കുറെ സ്തുതിപ്പിക്കാനല്ല, അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിന്റെ നിറം ദൈവജനം അറിയാനിട വരണം. വചനം പറയുന്നു, മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാകുന്ന ദൈവശബ്ദം കേൾക്കുവാനിട വരണം. ഒരു മനോഹരമായ ഗാനം ഇപ്രകാരം പാടുന്നു: അപ്പാ, നിൻ വഴികളിൽ നടക്കുവാനായി എന്നെ നയിക്കണം കർത്താവേ. 2025 എത്തിയപ്പോൾ ദൈവത്തിന്റെ വഴികളിൽ നിന്നും വ്യതിചലിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ കൃപയാൽ നമുക്ക് തന്ന സൗഭാഗ്യത്തിന് രാത്രികാലം ഓർക്കാൻ കഴിയട്ടെ. ഞാൻ എപ്പോഴും ചിന്തിച്ച ഒരു കാര്യമുണ്ട്, കൊറോണ സമയങ്ങളിൽ ഒത്തിരി സൂം പ്ലാറ്റ്ഫോമുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഇന്ന് നിർത്തൽ ചെയ്തിരിക്കുകയാണ്. എന്നാൽ കൃപയാൽ ദൈവദാസന് കൊടുത്ത ദർശനത്തെ ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷത്തിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ലാലു ദൈവദാസനെ ഓർക്കുന്നു. കടന്നു വന്നിരിക്കുന്ന സകല ദൈവമക്കളെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാൻ USA ഒരു സൂം പ്ലാറ്റ്ഫോം ചെയ്തിരുന്നു. 5-6 പേര് വെച്ച് ബാക്കി എല്ലാവരും മറഞ്ഞിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഈ മീറ്റിങ്ങിലെ മിക്കവരും, ഏകദേശം ആൾക്കാരെല്ലാം വീഡിയോകളും, വളരെ സന്തോഷം. എല്ലാവരും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും. ചിലപ്പോഴൊക്കെ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്, മരിച്ച ഫോട്ടോ ഇരിക്കും പോലെ ഇരിക്കാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വചനം 150 സങ്കീർത്തനം പറയുന്നു, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ വഴികാട്ടിയായി എന്നെ നയിക്കണമേ. അപ്പാ, വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ
ക്രിസ്തു എന്ന പാറമേൽ നിർത്തിടേണമേ. ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന. We love you, Jesus. ആ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ആരാധന അഭിനയമല്ല, ആരാധന നാടകമല്ല, ആരാധന ഒരു ക്രിസ്തീയ അനുഭവമാണ്. തളർച്ചയുടെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും നമ്മെ തളർത്തിക്കളയുമ്പോൾ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ദൈവം നമ്മെ തളർത്തുന്ന ദൈവമല്ല, ഈ ദൈവം നമ്മെ തളർത്തുന്ന ദൈവമല്ല, ഈ ദൈവം നമ്മെ വളർത്തുന്ന ദൈവമാണ്. ചേർന്ന് പറയാമോ? അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ചേർന്ന് പറയാമോ? അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ. ശബ്ദമുയർത്തി കരങ്ങളെ ഉയർത്തി ചേർന്ന് ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ. ചേർന്ന് എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ. ചേർന്ന് ശബ്ദമുയർത്തി ആരാധന കൊടുത്താട്ടെ. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന.
ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും? തകർന്നു പോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നോ? ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നോ? ആരുമില്ല എന്റെ കണ്ണുനീരൊന്ന് തുടയ്ക്കുവാൻ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ? ചിന്തിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ പ്രിയരെ? എന്നാൽ അവിടെയൊക്കെ നമ്മൾ അനാഥനായി വിടാത്ത ഒരു നല്ല ദൈവത്തിന്റെ കൃപയുണ്ട്, നല്ല ദൈവത്തിന്റെ സ്നേഹമുണ്ടെന്ന്. തളർന്നോരോ നേരത്തിനെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. ഒന്ന് പറയാമോ? വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ, നന്ദി അല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങൾ വഹിച്ചവനേ. അപ്പാ നന്ദി അല്ലാതില്ലൊന്നുമില്ല എന്നും കരുതൽ വഹിച്ചവനേ. ഓ നന്ദി അല്ലാതില്ലൊന്നുമില്ല. നമ്മൾ പാടിയതുപോലെ ജീവിതമാകുന്ന യാത്രയിൽ ബഹുദൂരം പിന്നിടേണ്ടി വന്നു. എന്നാൽ പലപ്പോഴും പകച്ചു നിന്ന് പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു പ്രിയരെ. എന്നാൽ 2025 ഈ നവംബർ മാസമോ ജീവനോടെ ശേഷിക്കുന്നെങ്കിൽ നമുക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന സ്വർഗത്തിന് ഒരു നല്ല ദൈവമുണ്ട്. ആയുസ്സും ആരോഗ്യമുള്ള എത്രയോ പേർ തകർന്നു പോയില്ലേ? ആരോഗ്യ ദൃഢഗാത്രരെ എത്രയോ പേർ കണ്ണിന്റെ മുൻപാലെ ഒലിച്ചു പോയില്ലേ? എന്നിട്ട് നിൽക്കാൻ ഒരു കാരണമുണ്ട്. നിന്നതല്ല, നമ്മെ നിർത്തിയ സർവശക്തനായ ദൈവം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, എന്തതിശയമേ ദൈവത്തിന്റെ സ്നേഹം, ഇത് എത്ര മനോഹരമേ. ഹല്ലേലൂയ. ജീവിതമാകുന്ന യാത്രയിൽ പല വീഴ്ചകൾ വന്നു, പല പ്രതിസന്ധികൾ വന്നു, പല താഴ്ചകൾ വന്നു. എന്നാൽ അവിടേക്ക് ഒട്ടും തള്ളിക്കളയാതെ, ഒട്ടും നിരസിച്ചു കളയാതെ നമ്മെ കേവലം സ്നേഹിച്ച ഇത്ര നല്ല ദൈവത്തിന്റെ സ്നേഹത്തെ വചനം പറയുന്നു, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കുന്ന ദൈവം. ആയിരം ആയിരം നാവുകളാലതു വർണ്ണിപ്പതിനേലുതോ, 10,000 ചൊല്ലിടുവാൻ ഈ പാരില സാധ്യമോ. ഒന്ന് പറയാമോ പ്രിയപ്പെട്ടവരെ? എന്തതിശയമേ എന്റെ ദൈവത്തിൻ സ്നേഹം. ഹല്ലേലൂയ. തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്ന ദൈവസ്നേഹം. ഹല്ലേലൂയ. തള്ളിക്കളയാത്ത ദൈവത്തിന്റെ സ്നേഹം, മാറ്റിക്കളയാത്ത ദൈവസ്നേഹം. വചനം പറയുന്നു, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ വിടുവിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ക്രിസ്തുവെന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തിയ ദൈവം. യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റി ദൈവം, അബ്രാമിനെ അബ്രഹാമാക്കി മാറ്റി ദൈവം. ജീവിതത്തിൽ ലോകം പറയും നിന്റെ ജീവിതത്തെ മാറില്ല എന്ന് പറയാം. എന്നാൽ ചരിത്രത്തെ മാറ്റിക്കുറിക്കാൻ കഴിയുന്നുള്ള ഒരു ദൈവിക ശബ്ദമുണ്ട്, ഒരു ദൈവിക വിടുതലുണ്ട്. വചനം പറയുന്നു, ഈ ദൈവം സർവശക്തനായ ദൈവം, ഈ ദൈവം സർവജ്ഞാനിയായ ദൈവം, ഈ ദൈവം സർവവ്യാപിയായ ദൈവം. അങ്ങനെയെങ്കിൽ നമുക്ക് കരങ്ങളെ അടിച്ച് ആ നല്ല ദൈവത്തെ ചേർന്ന് പാടി സ്തുതിക്കാൻ പ്രിയരെ. കരങ്ങളെ അടിക്കാൻ താല്പര്യമുള്ളവർ കരങ്ങളെ അടിച്ച് ആവേശത്തോടെ
പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ എൻ്റെ സമാധാനം അത് നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനം ഈ ലോകം തരുന്നത് പോലെയുള്ളതല്ലെന്ന്. ആമേൻ. എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി ഞാൻ ഇംഗ്ലീഷ് പാട്ടാണ് പാടുന്നതെന്ന്. ആമേൻ. മിക്കവരും അനങ്ങാതിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും അനങ്ങിയില്ലെങ്കിലും ഞാൻ കർത്താവിനെ ആവേശത്തോടെ സ്തുതിക്കും. എന്താണെന്നറിയാമോ? പാടാതിരുന്ന് എന്നെ കൊണ്ട് പല ദേശങ്ങളിൽ കടന്നുപോയി എന്നെ പാടുവാനെ നിർത്തിയ കർത്താവിനെ എനിക്കിങ്ങനെ ആരാധിച്ച പോരാ. ഈ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ, ഈ ദൈവത്തെ കുറിച്ച് പാടുമ്പോൾ എനിക്ക് ആവേശമാണ്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, നാളെ എത്ര പേർക്ക് കൈ ഉയർത്താൻ കഴിയുമെന്ന് അറിയില്ല. നാളെ എത്ര പേർക്ക് വാവെന്ന് തുറക്കാൻ കഴിയുമെന്ന് അറിയില്ല പ്രിയരെ. അനേകം പേർ ഈ 2020 മരണപ്പെടുന്നത് സൈലന്റ് അറ്റാക്കാ. സൈലന്റ്. നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷന് പാടാൻ പോയി വർഷിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ മിക്കവരും നോക്കി, ഉടുപ്പൊന്നും ചുളിയാതെ കൈയൊന്നും വേദന എടുക്കാതെ അങ്ങനെ നിൽക്കുമ്പോ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മകൾ മാത്രം നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ ചാടി നൃത്തം ചെയ്ത് ആരാധിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്നേക്കാൾ ആരാധിക്കുന്ന ഒരു കുഞ്ഞാണോ എന്ന് തോന്നി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ മകളെ ഒന്ന് ഞാൻ സമീപിച്ച് സംസാരിക്കുമ്പോ അവൾ മന്ദബുദ്ധിയാണ്. ആമേൻ. ഞാൻ പറഞ്ഞത് നമുക്കൊക്കെ ബുദ്ധി കൂടിപ്പോയതാ കുഴപ്പം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ മന്ദബുദ്ധിയായ കുഞ്ഞ് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോ അനേകം പേർ നോക്കി നിൽക്കുന്ന കാഴ്ച കാണാനിടയായി. എന്നാൽ പ്രിയരെ, ഞാൻ പറയട്ടെ, ഈ ഭൂപരപ്പിൽ ഒരു ദിവസം കൂടി ആയുസ് തന്നില്ലേ? ഹല്ലേലൂയ. ക്യാൻസറിനുമായ മാരകമായ രോഗ പരിപോലെ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ അവസ്ഥ, നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്നാൽ ഒരു ദിവസം കൂടി ആയുസ് തന്ന ദൈവത്തെ കൃപയാൽ ആരാധിക്കാൻ തന്നെങ്കിൽ പറയണം. വൻഭാരങ്ങൾ, പ്രയാസങ്ങൾ നേരിടും നേരത്തും, ശബ്ദമുയർത്തി, വൻഭാരങ്ങൾ, പ്രയാസങ്ങൾ നേരിടും നേരത്തും. ചേർന്ന് പറയാമോ? എൻ ചാരവേ, എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയ. ഈ ലോകസഖികൾ, ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും, ഒന്ന് പറയാമോ? എൻ രക്ഷക, എൻ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം, എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് ആരാധന കൊടുക്കാമോ? ആരാധന, ആരാധന, ആരാധന. എന്റെ യേശുവിനെ ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് ചേർന്ന് പറഞ്ഞാൽ ആരാധന. ഓ ആരാധന, ആരാധന, ആരാധന. ഒരിക്കൽ കൂടി ആരാധന ചേർന്ന്, ആരാധന, 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 ആരാധന. പ്രിയരെ, 2025 എത്തി നിൽക്കുമ്പോ നമ്മുടെ താല്പര്യങ്ങൾ മറ്റു പലതിനും കൂടി വരികയാ. ആഹാരം കഴിക്കുന്നതിൽ നമുക്ക് മടുപ്പുണ്ടോ? ആമേൻ. മറ്റു പല വിനോദങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പുണ്ടോ? എന്നാൽ നമുക്ക് ആരാധിക്കാൻ മടുപ്പാ. ആമേൻ. ദൈവത്തെ സ്തുതിക്കാൻ മടുപ്പാ. അതിന്റെ ഉദ്ദേശം
നിമിഷം തന്നെ നമ്മൾ വിചാരിച്ചാൽ മതി, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആമേൻ. ഈ അഗാപ്പെ ബൈബിൾ കോളേജിന്റെ ഈ മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി മാറട്ടെ പ്രിയരെ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ നമ്മൾ ആവേശത്തോടെ ഇരിക്കണം. കർത്താവേ, എന്നോട് സംസാരിക്കണം, അത് എനിക്കുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വചനം കേൾക്കുമ്പോൾ വചനം നമ്മെ ഹല്ലേലൂയ ചെത്തണം. ആമേൻ. വചനം നമ്മെ കത്തിക്കണം. ആമേൻ. വചനം നമ്മിൽ കുത്തുകൊള്ളണം. ആമേൻ. തുടർന്നുള്ള ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. ഇത്രയും സമയം എനിക്ക് കൃപയാൽ ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ എനിക്ക് ഭാഗ്യം തന്നു. വളരെയധികം സന്തോഷം. കർത്താവിന് നന്ദി പറയുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ ലാലു ദേവദാസിനെ ഓർക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് പ്രിയ ദേവദാസിനോട് കൂടെ ആയിരുന്നതിൽ. പ്രിയ ദേവദാസിനെയും ശുശ്രൂഷകളെയും കർത്താവ് അധികമായി മാനിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ആരാധിച്ച ദൈവജനം എനിക്ക് വളരെ സന്തോഷമായി. ആമേൻ. അതിൽ ഒരു കൺവെൻഷൻ്റെ പ്രതീതി, ലൈവ് കൺവെൻഷൻ്റെ പ്രതീതി എനിക്കുണ്ടായി. എല്ലാവരും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യം ഒരു റിക്വസ്റ്റ് കൂടി പറയുന്നു, ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യുന്നുണ്ട്. പഴയതും പുതിയതുമായ ഗാനങ്ങളുണ്ട്. മലയാളം, ഹിന്ദി, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, പല ലാംഗ്വേജുകളുള്ള പാട്ടുകളൊക്കെ ആ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആകുന്നെങ്കിൽ കാണുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ പേര് തന്നെയാണ്, സ്റ്റാൻലി LJ എന്നടിച്ചാൽ അത് ലഭിക്കും. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ ആരാധിപ്പാൻ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചല്ലോ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായി ഹല്ലേലൂയ. ദൈവം തന്നെ ഉപയോഗിച്ച ഉപകൾക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളൊക്കെ പാടി ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിച്ചുവല്ലോ. കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, നന്മകൾ നിറയ്ക്കട്ടെ. പ്രത്യേക അഗാപ്പെ ബൈബിൾ കോളേജിന്റെ പേരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം തന്റെ ശുശ്രൂഷകളെ ഒക്കെ ദൈവം ശക്തമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമുക്ക് ഇന്ന് ഇതുപോലെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്നാണ് നമ്മൾ സാധാരണയായി നടത്താറുള്ള ചാപ്പൽ സർവീസിന് പകരമായി ഇന്ന് ഫാസ്റ്റിംഗ് പ്രയറായി നടത്തണമെന്ന് പ്രിയ ഷാജി പാസ്റ്ററും പ്രിയ ഷാജൻ പാസ്റ്ററും ഒക്കെ ഒരുമിച്ച് പറയുകയും അങ്ങനെയാണ് നമുക്ക് ഇപ്രകാരം ഹല്ലേലൂയ ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ പറയുന്നു, സ്തോത്രം, എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താ? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ നടത്തുന്നവരെ, നമ്മളെ പഠിപ്പിക്കുന്നവരെ, ദൈവവേലയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ ഒക്കെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ, അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ഉള്ള ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ അനേക ദൈവദാസന്മാർ ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാനും പ്രൈസ് ദി ലോർഡ് ഒക്കെയാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത് ഇന്ന് രാത്രിയിൽ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ടാണ്. ഒരുപക്ഷെ നമ്മുടെ ചർച്ച് ഗ്രൂപ്പുകളിൽ പറയുന്നതിനേക്കാളും ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുന്ന ഗ്രൂപ്പ് ഈ ബൈബിൾ കോളേജിന്റെ ഗ്രൂപ്പാണ്. സ്തോത്രം. അതെന്താന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ടറിയാം. ഒത്തിരി നന്നായി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആൻറ്റിമാരും ഒത്തിരി നമ്മളെ സ്നേഹിക്കുകയും ആത്മാർത്ഥതയുള്ള ഒരുപറ്റം ജനം നമ്മളോടൊപ്പം ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഈ വിഷയം, ഇന്ന് ഉപവാസം പ്രഖ്യാപിച്ച ഈ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ പ്രിയ ചില ആന്റിമാരുടെയൊക്കെ പ്രാർത്ഥനയും വോയിസും കൊണ്ടാണ്. ഒരുപക്ഷെ നമ്മൾ മറന്നാലും അവരോർത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ജനം നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം ഇതിനെല്ലാം പ്രതിഫലം തന്ന് നിങ്ങളെ മാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നത് പോലെ കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കുടുംബമായി ഹല്ലേലൂയ സ്റ്റേറ്റ്സിൽ പോകുവാൻ, അവിടുന്ന് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഓർഡിനേഷൻ ലഭിപ്പാൻ ഒക്കെ ഇടയായി തീർന്നു. നമുക്ക് പ്രിയ ഷാജി കെ ഡാനിയേൽ പാസ്റ്ററാണ് ആ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചത്. ഞാൻ ആ കാര്യങ്ങളൊക്കെ നേരത്തെ ഉറപ്പിപ്പിച്ചുവല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഞാൻ ദോഹയിൽ കടന്നു വന്ന് സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ വീക്കെൻഡ് തുടങ്ങുന്നത് സൺഡേയിലാണ്. ഞാൻ സൺഡേയിൽ ജോലിക്ക് പോയി. അന്ന് എന്നോടൊരു ദൂരയാത്ര, കുറച്ച് ദൂരെ ഒരിടത്ത് ഒരു കാര്യത്തിന് വേണ്ടി പോകാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ സ്ഥലത്ത് പോയി. ഞങ്ങൾക്ക് 2 മണി വരെയാണ് ഡ്യൂട്ടി. 2 മണിക്ക് ഞാൻ പഞ്ചും ഒക്കെ ചെയ്ത് തിരിച്ച് കടന്നു വന്നപ്പോൾ ഒന്നാമത് അമേരിക്കയിലെ സമയവും ഇവിടുത്തെ സമയവും ഒന്നുമായിട്ട് സെറ്റായില്ല. അപ്പോൾ യാത്ര ചെയ്ത് ഞാൻ വരുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണ് ഇങ്ങനെ അടയുന്നുണ്ടായിരുന്നു.
എന്നാൽ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ വാഹനം ഓടിച്ച് പോന്നു. എന്നാൽ കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് കാണുന്നത് ഒരു ട്രക്കിന്റെ പുറകിൽ ഇങ്ങനെ പോകുന്നതായിട്ടാണ്. ഇടിച്ച് ട്രക്കിന്റെ സൈഡിലാണ് ഇടിച്ചത്. ഈ 12 വീലുള്ള വലിയ ട്രെയിലർ ആയിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നടത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വാഹനത്തിന്റെ ആ പടമൊക്കെ പല പ്രിയപ്പെട്ടവരും കണ്ടല്ലോ. സ്തോത്രം. ആ വാഹനം കണ്ടാൽ സ്തോത്രം ആരും പ്രതീക്ഷിക്കത്തില്ല അതിൽ യാത്ര ചെയ്ത ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്. എന്നാൽ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും ശുശ്രൂഷയുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെതായ പോരുകളും പോരാട്ടങ്ങളൊക്കെ വരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം നമ്മളെ സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. സ്തോത്രം, ദൈവം സ്തോത്രം. അങ്ങനെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് അന്യോന്യം ഓർത്ത് പ്രാർത്ഥിപ്പാനും കൈത്താങ്ങുവാനും ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു അപകടത്തിന്റെ വെളിച്ചത്തിലാണ് ഇപ്രകാരം ചെയ്തെങ്കിലും ഹല്ലേലൂയ നമുക്ക് നമ്മുടെ ശുശ്രൂഷകന്മാരെ എല്ലാം ഓർത്ത് സ്തോത്രം ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. 91 സങ്കീർത്തനം അതിന്റെ 11 വാക്യം എന്താ പറയുന്നത്? നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് സ്തോത്രം പ്രൈസ് ദി ലോർഡ് ആ ദൂത സഞ്ചയത്തിന്റെ ഹല്ലേലൂയ ഉള്ളം കരങ്ങളിൽ എന്നെ വഹിച്ചത് കൊണ്ട് മാത്രമാണ്. സ്തോത്രം. യെശയ്യാ പ്രവചനം അതിന്റെ 49 അധ്യായം 16 വാക്യം എന്നാണ് പറയുന്നത്. സ്തോത്രം. അത് പറയുന്നു, ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സൂക്ഷിക്കുന്ന പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ശാശ്വത ഭുജങ്ങളിൽ നമ്മെ നടത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ വലിയ കരുണയും കൃപയും സൂക്ഷിപ്പും ഒന്നുകൊണ്ട് മാത്രമാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ തീർന്നു പോകാവുന്ന സ്ഥാനത്ത്, നമ്മെ നശിപ്പിക്കേണ്ട സ്ഥാനത്ത് ദൈവം തന്റെ ഉള്ളം കരങ്ങളിൽ നമ്മളെ വഹിക്കുകയും സഹായിക്കുകയും നടത്തുകയും ചെയ്യുന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ദാസൻ വർഷിപ്പ് സമയത്ത് പറഞ്ഞതുപോലെ നമുക്ക് പുകഴുവാനോ ഒന്നുമില്ല. ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു വലിയ സൂക്ഷിപ്പും കരുതലുമാണ് നമ്മെ നടത്തുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബ് 42:10 പറയുന്നു, ഇയ്യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം നമ്മോടൊപ്പമുള്ള പല പ്രിയപ്പെട്ടവരും പലവിധമായ ആവശ്യങ്ങളുമായിട്ട് ഇരിക്കുന്നതാണ്. ഇന്നും പല വിഷയങ്ങള് സ്തോത്രം നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു. ഇന്ന് രാത്രി നാം മറ്റുള്ളവർക്ക് വേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി അഭയയാചന ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും സ്ഥിതികൾക്ക് സ്തോത്രം മാറ്റം വരുത്തുന്ന ഒരു രാത്രിയാണ്. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഇന്ന് രാത്രി നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നമ്മെ നടത്തുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്ക് ജീവിതത്തിൽ ശത്രു നമ്മളെ തകർക്കുവാൻ നോക്കുമ്പോൾ, നമ്മുടെ ശുശ്രൂഷകളെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ, നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ നമുക്ക് ചുറ്റും ഹല്ലേലൂയ സൂക്ഷിപ്പ് തരുത്തുന്ന നമ്മളെ ഭുജങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി നാം പ്രാർത്ഥനയ്ക്ക് മുമ്പായി ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുവാൻ പോകുക. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയേൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ്, അദ്ദേഹത്തിന്റെ സ്തോത്രം അഡ്വൈസുകള്, ഹല്ലേലൂയ പ്രാർത്ഥന എല്ലാം ജീവിതത്തിന് ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ബൈബിൾ കോളേജിന് ഒരു അനുഗ്രഹമാണ്. ഇന്ന് രാത്രിയിലും താൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്ന് കേൾപ്പാൻ ഇന്ന് രാത്രി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവിന്റെ ദാസനോട് ഇന്ന് രാത്രി എന്നോടൊന്ന് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു സൂം മീറ്റിംഗ് ആണെങ്കിലും ഹല്ലേലൂയ നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന, ഒരുപക്ഷെ പൊതുവായി പറയാൻ കഴിയാത്ത വിഷയങ്ങള്, ഭാരങ്ങള് നമ്മൾ തമ്മിൽ ഒന്നും അറിയത്തില്ല. നമ്മൾ മുൻകാല പരിചയമുള്ളവരോ ബ്ലഡ് റിലേഷൻ ഉള്ളവരോ ഒന്നുമല്ലെങ്കിലും നമ്മളെല്ലാം ഒരു അപ്പത്തിന്റെ അംശികളാ. സ്തോത്രം. നമ്മളെ എല്ലാവരെയും അറിയുന്ന, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് അടുത്തു വരാം. കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയേലിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്കൊന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ കരുതലിനായിട്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് നമ്മളെ പാട്ടുപാടി സഹായിച്ച കർത്താവിന്റെ ദാസൻ സ്റ്റാൻലി ജോണിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ ലാലുവിനായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി നമ്മൾ കേട്ടുവല്ലോ. ദൈവത്തിന്റെ വലിയ വിടുതലിന്റെ കരം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കാം. ദൈവമക്കളെ, നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, നനവേനുള്ളം കൈയിലിരിക്കയാ അരുമില്ലെനിക്കു ദോഷം ചെയ്യുവാ, നനവേനുള്ളം കൈയിലിരിക്കയാ അരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഹല്ലേലൂയ. ഒരു ദൈവവേദനയുടെ കോൺഫിഡൻസ് ആണ്. നമ്മൾ കർത്താവിന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ആരും ദോഷം ചെയ്യത്തില്ല. ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവല് തന്റെ ജനത്തിന്റെ നടുവിൽ ആവശ്യമനുസരിച്ച് ഇറങ്ങി വരും. ഒത്തിരി വിടുതൽ അനുഭവിച്ചിട്ടുള്ള ദൈവദാസനാണ് ഞാൻ. നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് വിടുതൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. ഉപവാസം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഹമ്പിൾ ചെയ്യുന്ന ഒരവസ്ഥ. നമുക്കെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ കർത്താവിനോട്, കർത്താവെ എനിക്ക് ഇന്നതൊക്കെ ത്യജിച്ച് അങ്ങയുടെ മുഖം അന്വേഷിക്കുവാൻ, അങ്ങേ അന്വേഷിക്കുവാൻ ഞാൻ വരുന്നു എന്നുള്ള ഒരു സമർപ്പണം, നമ്മുടെ സമർപ്പണം കർത്താവിന് വളരെ ഇഷ്ടമാണ്. അതായത് നമുക്കെല്ലാം ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഫുഡൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ചോയ്സസ് ഉള്ളപ്പോൾ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവ് എനിക്കതൊന്നും വേണ്ട, ഞാൻ 2-3 ദിവസം ഉപവസിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം ഉപവസിക്കുക. അപ്പോൾ നിങ്ങൾ അനേകരെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ശബ്ദങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ടത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും അനേകർക്ക് വേണ്ടി ഇടിവൽ നിൽക്കുന്നതൊക്കെ കാണുവാനിടയായി. അപ്പോൾ ഇന്ന് പകൽക്കാലം, ഇന്ന് ഇവിടെ പകലാണല്ലോ, ഇന്ന് രാത്രികാലം. ഞാൻ പകലെന്ന് പറഞ്ഞാലും രാത്രി എന്ന് പറഞ്ഞാലും നിങ്ങളതൊക്കെ ഒന്ന് എടുത്തോളൂ. ഞങ്ങൾ പകലാണെന്ന് ഇവിടെ. ഇന്ന് രാത്രികാലം കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിച്ച് ദൈവതിരുമുഖത്തേക്ക് നോക്കാം. നമ്മൾ കർത്താവിൽ നിന്ന് ബലം പ്രാപിച്ച് നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരായിട്ടിരിക്കണം. കാരണം നമ്മളുടെ ഒരു അഭിഷേകമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സംസാരിച്ചത് നുകം തകർക്കുന്ന അഭിഷേകം. അത് ഞാൻ തീർത്തില്ല. ഇന്ന് അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം മുതലാണ് നമ്മൾ വായിച്ചത്. അന്നാളിൽ അവന്റെ ചുവട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അതായത് പുഷ്ടി എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷില് ദ അനോയിന്റിങ് ഓയിൽ, അതായത് അഭിഷേക തൈലം മൂലം, അഭിഷേകം മൂലം നുകം തകർന്നു പോയി. ഹല്ലേലൂയ. നമ്മൾ കണ്ടല്ലോ പാസ്റ്റർ ലാലുവിന്റെ ജീവിതത്തിൽ വന്ന ആക്സിഡന്റിൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി വന്ന് ആ നുകത്തെ തകർത്ത് വിടുവിച്ചതിനായി കർത്താവിനെ സ്തുതി. ഇന്ന് രാത്രികാലം നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ, എനിക്കറിയാം നിങ്ങൾ അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കേട്ടു, അവിടെ എല്ലാം ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് നമ്മളെ സഹായിക്കുവാൻ ഇറങ്ങി വരും. കാരണം നമുക്ക് നുകത്തിന്റെ ഭാരം എത്രമാത്രം ഉണ്ടെങ്കിലും അതിനേക്കാളിൽ അതിജീവിക്കുന്ന ദൈവിക ശക്തിയുടെ ആഴം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ നുകത്തിന്റെ ഭാരം ലഘൂകരിച്ചു തരും. അതായത് എൻ്റെ യേശുവിൽ അഭിഷേകമുള്ളത് കൊണ്ട് അവൻ അഭിഷേകത്തോടെ ഗലീലയിലേക്ക് പോയി, അഭിഷേകത്തോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. കാരണം ഇതിനിടയ്ക്ക് ഒരു ഘട്ടം ഉണ്ടായിരുന്നു. യേശുവിനെ പരീക്ഷകൻ കയ്യിലെടുത്ത് പരീക്ഷിച്ച് അവനെ ചോദ്യം ചെയ്ത് അവന്റെ വിശ്വാസത്തിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ, അതായത് പിശാചിന്റെ അധീനയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ യേശു ജയാളിയായി അവന്റെ നടുവിലൂടെ എഴുന്നേറ്റ് വന്ന് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി എന്ന് നമ്മൾ കാണുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4:14 യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു, അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടകം. നമ്മളിലുള്ള അഭിഷേകം നമ്മളിലുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചൊരു ശ്രുതി നാടകം പകരും. കാരണം നിന്നെ തക്ക സമയത്ത് ദൈവം ഉയർത്തുന്ന ദൈവമാണ്.
നിന്റെ ജീവിതത്തിലെ പൊട്ടൻഷ്യൽ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവമാണ്. സോ ആത്മാവിൽ മുന്നേറുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകും. നമ്മുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആത്മാവിനോട് അടുക്കുവാൻ, ആത്മാവിന്റെ വരങ്ങളും കൃപകളും പ്രാപിപ്പാനുള്ള ഒരു ദൈവിക ശക്തി ദൈവം നമ്മളെ അണിയിക്കുന്നത് ഓർത്തോ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടി വിശ്വസിക്കണം, യേശു എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ പേടിക്കയില്ല, ഞാൻ ഭയപ്പെടുകയില്ല, ശത്രുവിന് എന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു വലിയ പ്രഖ്യാപനം യേശു ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം അവൻ ഈ പരീക്ഷകളൊക്കെ ജയിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, യേശുവിന്റെ പ്രഖ്യാപനം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇന്ന് രാത്രികാലം എത്ര പേര് ഒരു വിടുതലിന്റെ പ്രഖ്യാപനം ചെയ്യും? നീ ഇന്ന് രോഗിയാണെങ്കിൽ കർത്താവേ ഇന്ന് എൻ്റെ സൗഖ്യത്തിന്റെ രാത്രിയാണെന്ന് എത്ര പേർ പറയും? നീ കടഭാരത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ എത്ര പേര് പറയും, കർത്താവേ ഇന്ന് എൻ്റെ കടഭാരത്തിന് ഒരു നീക്കുപോക്ക് കൽപ്പിക്കുന്ന രാത്രിയായ്മ. നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം, നിന്റെ സാമ്പത്തിക ഭദ്രത, കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പില്ലായ്മ, ഇതിൻ്റെയൊക്കെ നടുവിൽ, നിന്നെ പീഡിപ്പിക്കുന്നവരുടെ നടുവിൽ അവൻ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുക. എന്തൊരു പ്രഖ്യാപനം? ഒരു തളർന്ന ശബ്ദത്തിലല്ല, അവൻ പരാജയത്തിന്റെ പ്രഖ്യാപനമല്ല, ഒരു വിടുതലിന്റെ പ്രഖ്യാപനം, ഒരു ധൈര്യത്തിന്റെ പ്രഖ്യാപനം, ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. യേശു പറഞ്ഞു, എന്നെ അയച്ചതിന്റെ ഉദ്ദേശം ഇതാണ്, ആത്മാവ് എൻ്റെ മേൽ ഉള്ളത് കൊണ്ട് ഞാൻ വന്നത് ബദ്ധന്മാരെ വിടുവിക്കാനാണ്, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാനാണ്, യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാനാണ്. എന്നെ അയച്ചതിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രിയിൽ ദൈവം അതാണ് നമ്മളിൽ നിന്ന് കേൾക്കേണ്ടത്. നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ, രോഗം അനുഭവിക്കുന്ന വിഷയങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ, കർത്താവേ ഇന്ന് രാത്രി എനിക്കൊരു ജയം തരുന്ന രാത്രിയാകണമെന്ന് എത്ര പേർ പറയും? നമ്മുടെ ശബ്ദത്തിന് മുൻപിൽ സ്വർഗം ഒരു അംഗീകാരം തരട്ടെ. സ്വർഗം ഒരു വിടുതൽ കൽപ്പിക്കട്ടെ എന്ന് ഞാൻ വാസ്തവമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരാം. അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അഭിഷേകത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു നിൽക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകതകളും വിവിധ വശങ്ങളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിന്തിക്കുവാൻ കർത്താവിന്റെ കുറവിൽ ശരണപ്പെടും. നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതിനകത്ത് തന്നെ അഭിഷേകം ഇരിക്കുന്നു. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ ഒരാളെടുത്ത് നിർത്തി വായിച്ചാട്ട് 5-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം. അഭിഷേകം. ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ ഒരാൾ വായിച്ചാട്ട് ശബ്ദം ഉയർത്തി വായിച്ചാട്ട്. അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയാൽ 2 പടക് കരയ്ക്ക്. നിർത്തിക്കാട്ടെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിരക്കിക്കൊണ്ട്. The multitude pressed towards him. അതായത് പുരുഷാരം അവന്റെ അടുക്കിലേക്ക് ആകർഷിക്കപ്പെട്ടു. ദൈവവേദന എന്നിലും നിന്നിലും അഭിഷേകമുണ്ടെങ്കിൽ ആദ്യമായി നടക്കുന്ന ഒരു കാര്യം, നിന്നിലേക്ക് ചിലർ ആകർഷിക്കപ്പെടും. നിന്റെ അഭിഷേകത്തിന്റെ ശക്തി, നിന്നിലൂടെയുള്ള ദൈവകൃപ, നീ ഒരു പുതിയ വ്യക്തിയാണെന്ന് അറിയുമ്പോൾ അഭിഷേകം ചിലരെ നമ്മളിലേക്ക് ആകർഷിക്കുന്നതാണ് അഭിഷേകം. ഇന്ന് രാത്രികാലം എൻ്റെ യേശു ഗന്നസരേത്ത് തടാകത്തിന് അടുത്ത് വന്നപ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൂട്ടി. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് അതാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കേണ്ടത് അതാണ്. നീ ഒരു ദൈവവൈതലാണെങ്കിൽ നിന്നിലൊരു ആകർഷികതയുണ്ട്. എന്തിന്റെ ആകർഷികത? ദൈവം ഒരു പുതിയ ആത്മാവിനെ നമ്മൾ പകർന്നത് കൊണ്ട് the multitude pressed towards him. Hallelujah. നമ്മൾ ദൈവമകനാണെങ്കിൽ, നീ ഒരു ദൈവമകളാണെങ്കിൽ നിന്നിൽ ചില ആകർഷണ ശക്തി, നിന്റെ വാക്കില്, നിന്റെ സംസാരത്തില്, നിന്റെ ഇടപാടുകളില്, നിന്റെ ഒരു ചിരിയില്, നിന്റെ ഒരു ഹാൻഡ് ഷേക്ക്, സ്തോത്രത്തില് ദൈവികത്തെ അഭിഷേകം വ്യാപരിക്കുന്നത് കൊണ്ട് നമ്മളിൽ ചില പ്രത്യേകതകളുണ്ട് എന്ന് മനസ്സിലാകും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ അനുഭവം അതാ. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് ആദ്യമായി കർത്താവിനെ കാണുവാൻ ഇറങ്ങിത്തിരിച്ചതാണ്. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഒറ്റ കുളമ്പ് പോലും ശേഷിക്കാതെ എല്ലാവരും കർത്താവിനെ തലമുറകളായി ദൈവത്തെ സേവിക്കുന്നവരായി മാറിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എൻ്റെ മിടുക്കല്ല, എന്നിൽ ദൈവം പകർന്ന അഭിഷേകത്തിന്റെ ശക്തി അവർ ചിലത് കണ്ടു. എന്നിൽ വന്ന പ്രത്യേകതകള്, എന്നിൽ വന്ന സ്വഭാവ ഗുണങ്ങള്, എന്നിൽ വന്ന വ്യതിയാനങ്ങൾ കണ്ടപ്പോൾ അനേകര് ആകർഷിക്കപ്പെടുവാൻ തുടങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാനും നിങ്ങൾ ഉപവസിക്കുമ്പോൾ നമ്മൾ അഭിഷേകത്തിന്റെ കീഴിലാണ്. അഭിഷേകത്തിന്റെ ശക്തി യേശുവിലേക്ക് അനേകരെ ആകർഷിക്കപ്പെട്ടു.
നമുക്കറിയാം പത്രോസിന്റെ പ്രസംഗത്തില് 3000 പേര് കടന്നു വരുവാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, അവർ കാത്തിരുന്ന് അഭിഷേകം പ്രാപിച്ചത് കൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2:42 ഒരൊറ്റ പ്രസംഗത്തില് 3000 പേരെ എൻ്റെ യേശുവിലേക്ക് ആകർഷിക്കുവാനുള്ള അഭിഷേകത്തിന്റെ ശക്തിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തോട് അടുക്കുവാൻ, യേശുവിനോട് ചേരുവാൻ അടുപ്പിക്കുന്ന ഒരു ആത്മബലം നമ്മളിൽ പകരണമേ എന്ന് ഇന്ന് രാത്രികാലം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഭിഷേകത്തിന്റെ ആദ്യത്തെ പ്രത്യേകത, നിന്നിൽ ഒരു ആകർഷികത കർത്താവ് ഉളവാക്കും. അടുത്തതായി രണ്ടാമത് വായിച്ചു, ഒന്നുകൂടെ എടുത്ത് വാക്യം വായിച്ചോട്ടെ. 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അനേക പടകുകൾ അവിടെ ഉണ്ടെങ്കിലും 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നതിന്റെ യേശു കണ്ടു. അതിന്റെ അർത്ഥം, അനോയിന്റിങ് വിൽ മേക്ക് യു ടു സീ തിങ്സ് ഡിഫറൻ്റ്ലി. അതായത് എന്നിലും നിങ്ങളിലും ഉള്ള അഭിഷേകം നമ്മുടെ കാഴ്ചപ്പാടിനെ വ്യത്യാസപ്പെടുത്തും. യേശു 2 ഒരുപാട് നമുക്കറിയാം, ഒരു തടാകത്തിൽ അല്ലെങ്കിൽ അനേക പടകുകൾ ഇങ്ങനെ അടുത്ത് ഇരിപ്പുണ്ടായിരിക്കും. പക്ഷെ യേശുവിൻ്റെ പ്രത്യേകത, അവനിലുള്ള അഭിഷേകത്തിന്റെ ആധിക്യം കൊണ്ട് അവന് 2 പടകിനെ നോട്ടീസ് ചെയ്തു. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യേശുവിന് ചിലത് അവിടെ ചെയ്യുവാനുണ്ടായിരുന്നു. ദൈവപൈതലെ, അഭിഷേകം നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രത്യേകതയാണ്, നമ്മൾ വ്യത്യസ്ത രീതിയിൽ കാര്യങ്ങളെ കാണുവാൻ ശ്രമിക്കും. കാരണം നിന്നിലുള്ള അഭിഷേകം അതിന് നിന്നെ പ്രാപ്തിയുള്ളവനാക്കും. അതായത് ജീസസ് സോ 2 boats സ്റ്റാൻഡിങ് ബൈ ദ ലേക്ക്. അതായത് 2 പടകിനെ അവൻ ശ്രദ്ധിച്ചു. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ നമ്മൾ വിവേചന ശക്തിയുള്ളവരായിരിക്കണം. ആത്മാവിൽ നാം വിവേചിക്കണം. എല്ലാവരും ചിന്തിക്കുന്ന പോലെ നാം ചിന്തിക്കരുത്. പ്രശ്നങ്ങളുടെ നടുവില് നിന്നെ നിൽക്കുമാറാക്കുന്ന, ഉത്തേജനം തരുന്ന, പോസിറ്റീവായി അല്ലെങ്കിൽ ചിന്തിക്കുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കട്ടെ. അഭിഷേകത്തിന് ഒരു വലിയ നമ്മുടെ കണ്ണുകൾ ഒരു സർജിക്കലായി പോലെ പലതും കാണുവാൻ, പലതും ചിന്തിക്കുവാൻ, അഭിഷേകത്തിന് ഉള്ള വ്യക്തിയുടെ കാഴ്ചപ്പാട് വ്യത്യാസപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര പറയും, കർത്താവേ ഒരു പുതിയ കാഴ്ചപ്പാട് എനിക്ക് തരണമേ. ചിലത് കണ്ടുകൊണ്ട് ഭാരപ്പെടുവാനല്ല, എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ കാണുമ്പോൾ അതിനപ്പുറമായി ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കഴിവുകൾ, ദൈവത്തിൻ്റെ സാധ്യതകൾ കാണുവാൻ കർത്താവേ എനിക്കൊരു അവസരം ഉണ്ടാക്കണമേ എന്ന് നമ്മൾ എത്ര പേർ പറയും. മൂന്നാമതായി എന്നിട്ട് വായിച്ചു, താഴെ വായിച്ചു. അവയിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി വല കഴുകുകയായിരുന്നു. അപ്പോൾ അവിടെ യേശു കണ്ടത് മീൻപിടുത്തക്കാർ വല കഴുകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് ഒരു നിരാശയുള്ള ഒരു ഗ്രൂപ്പിനെ യേശു കണ്ടു. അപ്പോൾ അനോയിന്റിങ് വിൽ മേക്ക് റൂം ഫോർ ഹോപ്പ് where there is no hope. അതായത് ആശയില്ലാത്തിടത്ത് ആശ വർദ്ധിപ്പിക്കുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. എന്നിലും നിങ്ങളിലും പകർന്ന അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം ആശയറ്റ വിഷയങ്ങളിൽ നമുക്ക് ആശയെ ഉളവാക്കുന്ന ഒരു പ്രതീതിയാണ് അഭിഷേകം നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അഭിഷേകം നിന്നിലേക്ക് അനേകരെ ആകർഷിക്കുന്ന ഒന്നാണ് അഭിഷേകം. രണ്ടാമത്, അഭിഷക്ത അല്ലെങ്കിൽ അഭിഷക്തൻ നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുള്ളവരായിരിക്കണം. നമ്മൾ കാണുന്നത് ദൈവിക മർമ്മങ്ങൾ കാണുവാൻ, ദൈവിക ദർശനത്തിൽ ചില കാര്യങ്ങൾ ദർശിക്കുവാൻ, ദൈവിക കാഴ്ചപ്പാടിൽ ചിലത് കാണുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒന്നാണ് അഭിഷേകം. മൂന്നാമതായി അഭിഷേകം ചെയ്യുന്നത് നമുക്ക് ഒരു ഹോപ്പ്, അതായത് അവിടെ നിരാശരായ ഒരു കൂട്ടം ജനത്തെ എൻ്റെ യേശു കണ്ടെങ്കിൽ അവരിലേക്ക് യേശുവിലുള്ള അഭിഷേകം, അവരിലേക്ക് ഒരു പുതിയ ഉത്തേജനം, ഒരു പുതിയ ഹോപ്പ്, അതായത് ഒരു പുതിയ ദർശനം കൊടുക്കുവാൻ എൻ്റെ യേശുവിനിടയാക്കി. മീൻപിടുത്തക്കാർ നമുക്കറിയാം, വളരെ ശ്രദ്ധയോടെ, വളരെ നൈപുണ്യത്തോടെ പിടിക്കുവാൻ കഴിവുള്ളവരായിരുന്നു ആ കാലത്ത്. പക്ഷേ അവർ നിരാശരോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ യേശുവിലുള്ള അഭിഷേകം അവർക്കൊരു
ഒരു പ്രത്യാശ കൊടുക്കുവാൻ, അവരെ വീണ്ടും ഉത്തേജിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ നമ്മളിലുള്ള ദൈവിക അഭിഷേകം അനേകർക്ക് ഉത്തേജനം കൊടുക്കുന്ന അഭിഷേകമായിരിക്കണം. അനേകരെ നിരാശയിൽ നിന്ന് ആശയിലേക്ക് കൊണ്ടുവരുന്ന അഭിഷേകമായിരിക്കണം. അനേകരെ ഉത്തേജിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാൻ, അവർ നിരാശരാണെങ്കിലും ഭാരമുള്ളവരാണെങ്കിലും യേശുവിലൂടെയുള്ള സാധ്യതകളെ പ്രദർശിപ്പിക്കുവാൻ കഴിവുള്ള അഭിഷേകം ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് തരട്ടെ. ഇന്ന് രാത്രികാലം നാലാമതായി അഭിഷേകം ചെയ്യുന്ന ഒരു കാര്യം, anointing will force you to keep a separation. അപ്പോൾ പടകിൽ ശീമോനുള്ള പടകിൽ ഒന്നിൽ കയറിയിട്ട് വായിച്ചാട്ടെ. യേശു പറഞ്ഞു, നിങ്ങൾ അല്പം ആ പടവുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ anointing will force you to keep a separation. അതായത് നമ്മളിലുള്ള അഭിഷേകം മറ്റുള്ള അനാവശ്യമായ ഇടപാടുകളിൽ ഇടപെടാതെ വണ്ണം നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ, നമ്മളെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ദൈവ പൈതലിന്റെ ആ ക്വാളിറ്റീസിൽ കീപ്പ് ചെയ്യുവാൻ അഭിഷേകം നമ്മളെ സഹായിക്കും. യേശു പറഞ്ഞു, ഈ പടക് നിങ്ങൾ അല്പം ഒരു ചെറിയ വേർപാട് നിനക്ക് ആവശ്യമാണ്. കാരണം ഈ പടക് ഇങ്ങനെ കടന്നാൽ ഇതിനകത്തുള്ള ഫലം പുറപ്പെടുവിക്കുവാൻ അസാധ്യമായി തീരും. അതായത് നമ്മൾ ഈ ലോകത്തിലുള്ളവരാണെങ്കിലും നമ്മൾ ഈ ലോകക്കാരല്ല. ഹല്ലേലൂയ. പണ്ട് വി.എ. തോമസ് സാർ പറഞ്ഞു, നീ പാലാ കുടിക്കുന്നതെങ്കിലും പനഞ്ചോട്ടി പോയി കുടിക്കരുതെന്ന് പറഞ്ഞു. കാരണം മറ്റുള്ളവർ വിചാരിക്കും നീ പനങ്കളാ കുടിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലുള്ളവരാണെങ്കിലും നമ്മൾ ഈ ലോകക്കാരല്ല. നമ്മൾക്ക് ഈ ലോകത്തിൽ നിന്ന് ഒരു സെപ്പറേഷൻ കീപ്പ് ചെയ്യുവാൻ എന്താ നമുക്ക് ഉപകരിക്കുന്നത്? നമ്മളുടെ അഭിഷേകമാണ്. അതായത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഞാൻ ഏതിൻ്റെ കൂടെ കൂടണം, ഏതിൻ്റെ കൂടെ കൂടണ്ട, എന്നെ മറ്റുള്ളവരുടെ നടുവിൽ ഞാൻ എന്നെ തന്നെ എങ്ങനെ ചിത്രീകരിക്കും എന്നുള്ളത് നമ്മളുള്ള അഭിഷേകമാണ് തീരുമാനിക്കുന്നത്. നീ ഒരു അഭിഷക്തയാണെങ്കിൽ നിന്നെ സൂക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടെ മിങ്കിള് ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയണം, നമ്മൾ എസ് പറയേണ്ടടുത്ത് എസ് പറയണം. അതൊരു ദൈവത്തിന്റെ അഭിഷേകം. അപ്പോൾ എൻ്റെ യേശു പറഞ്ഞു, ഞാൻ ചിലത് ചെയ്യാൻ പോവാ, നിങ്ങളുടെ നിരാശ മാറ്റാൻ പോവാ, നിങ്ങൾ ഈ പടക് അല്പം ഒന്ന് മാറ്റണം. ദൈവവേദന നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം മാറ്റേണ്ട എന്തെങ്കിലും ഉണ്ട്. ദൈവത്തിന്റെ അഭിഷേകം നമ്മൾ വ്യാപരിക്കത്തക്കവണ്ണം തടസ്സമായിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവിനോട്, കർത്താവെ, ഞാൻ അല്പമായി മാറ്റുവാൻ റെഡിയാണ്. എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞാൻ റെഡിയാണ്. നോ പറയേണ്ടതോട് നോ പറയുവാൻ ഞാൻ റെഡിയാണ്. എൻ്റെ സ്വഭാവത്തിന് വേണ്ടുന്ന മാറ്റം, വേർപാട് കീപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. എൻ്റെ ജീവിതത്തിലെ ക്രമീകരണങ്ങൾ വരുത്തുവാൻ ഞാൻ റെഡിയാണ്. അപ്പോഴാണ് യേശു നമ്മുടെ പടകിലേക്ക് ഒന്നുകൂടി കയറുന്നത്. ഹല്ലേലൂയ. യേശുവുള്ള പടകുകൾ, ഹല്ലേലൂയ, അത് സെപ്പറേഷൻ കീപ്പ് ചെയ്യുന്ന പടകുകളായി കീപ്പ് ചെയ്യുവാൻ അവൻ നമുക്ക്, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഒരു പുതുബലം തരട്ടെ. കുറവുകൾ നികത്തുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മുടെ കുറവുകളൊക്കെ നികത്തുന്ന ഒരു ദൈവമാണ്. അപ്പോൾ എൻ്റെ യേശു നമ്മുടെ പടകിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുറവുകൾ എല്ലാം കർത്താവ് നികത്തും. അനുഗ്രഹം പകരുന്നത് കർത്താവാണ്. പണ്ടൊരിക്കൽ ദൈവം ഒരിക്കൽ പാട്ട് തന്നു, ഉറവുകൾ തുറക്കുന്നവനായ യേശു, കുറവുകൾ നികത്തുന്ന യേശു. കുറവുകൾ തുറക്കുന്നവൻ യേശു, കുറവുകൾ നികത്തുന്നവൻ, അനുഗ്രഹം പകരുന്നവൻ യേശു, അനുദിനം കരുതുന്നവൻ. അപ്പൊ നമ്മുടെ യേശുവിന്റെ പ്രത്യേകത, അവൻ കുറവുകൾ നികത്തുകയും നമുക്ക് വേണ്ടി ഉറവുകൾ തുറക്കുകയുമാണ്. എന്നിൽ ഒരു അഭിഷേകമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഉറവുകൾ അവ നമുക്ക് വേണ്ടി തുറക്കും. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയിൽ, കർത്താവെ, എനിക്ക് വേണ്ടി നീ ഇന്ന ഇടങ്ങളിൽ ഒരു ഉറവ തുറക്കണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ശക്തയാണെന്ന് ആ ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഉറവുകൾ തുറക്കും. അതായത് നമുക്കറിയാം, യേശു ആ പടകിൽ കയറി, യേശു പറഞ്ഞു, നിങ്ങൾ അല്പം നീക്കുവാൻ. അതിനുശേഷം യേശു അവരോട് എന്താ ചെയ്തു? ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാൻ. 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. പടകിൽ നിന്നിരുന്ന യേശു ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു.
സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിൽ നീക്കി എന്നിട്ട് അവൻ പടകിൽ കയറി ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കാൻ തുടങ്ങി. അനോയിന്റിങ് വിൽ ഹെൽപ്പ് യു ടു ഇമ്പാർട്ട് ഇൻ ടു ദ അതേഴ്സ് ലൈഫ്. അതായത് നമ്മളിലുള്ള അഭിഷേകം നമ്മളെ തന്നെ ഒളിച്ചു വെക്കുവാനല്ല, അത് മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു അഭിഷേകം. അഭിഷേകം കണ്ടേജിയസ് ആണ്. കാരണം നീ ഒരു അഭിഷക്തനാണെങ്കിൽ നിന്നോട് കൂടെ നടക്കുന്നവർക്ക് അത് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ഉത്തേജനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കുണ്ട്. യേശു പടകിൽ കയറി, ശീമോനുള്ള പടകിൽ കയറി ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുവാൻ തുടങ്ങി. അതായത് എന്നിലും നിങ്ങളുള്ള അഭിഷേകം മറ്റുള്ളവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യുവാൻ, പകർന്നു കൊടുക്കുവാൻ ഉള്ള അഭിഷേകമാണ്. അത് നമുക്ക് തന്നെ അത് 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 വിൽക്കുവാനല്ല, നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്നതായിരിക്കണം. നമ്മുടെ അഭിഷേകം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ സഭയിൽ ഒക്കെ ജ്വലിപ്പിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. യേശു പടകിൽ കയറി അവരോട് പറഞ്ഞത് ദൈവരാജ്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം യേശു പറഞ്ഞു, നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത്, അവന്റെ അഭിഷേകം അവരോട് പറഞ്ഞു, ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത്, നിങ്ങൾ അല്പം ഒന്ന് മാറ്റി ആഴത്തിലേക്ക് ഇറങ്ങുവാൻ എൻ്റെ യേശു പറഞ്ഞു. അനോയിന്റിങ് വിൽ ഹെൽപ്പ് യു ടു ലോഞ്ച് ഔട്ട് ഇൻ ടു ദ ഡീപ്പ്. അതായത് ഇതുവരെ അവർ കരയ്ക്കടുത്ത് കിടക്കുകയായിരുന്നു. എൻ്റെ യേശു പറഞ്ഞു, നിങ്ങൾ ആഴങ്ങളിലേക്ക് പോകണം. അതായത് നമ്മളിലുള്ള അഭിഷേകം അത് ജ്വലിച്ച് ആഴങ്ങളിലെ ആത്മീയ അനുഭവങ്ങളായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. കാരണം ചിലത് വിവേചിച്ചറിയുവാൻ, ചിലതിൻ്റെ ആഴങ്ങളിലേക്ക് പോകും. നിങ്ങൾക്കറിയാം, നിരാശരായിരുന്ന ഈ മുക്കുവരോട് എൻ്റെ യേശു പറഞ്ഞു, യേശുവിലുള്ള അഭിഷേകം അവിടെ വ്യാപരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇനി നിരാശരാകണ്ട, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരാകണ്ട, നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. കാരണം നിന്നിലുള്ള അഭിഷേകം, എൻ്റെ യേശുവിലുള്ള അഭിഷേകം ആ പടകിലേക്ക് വന്നപ്പോൾ എൻ്റെ യേശു പറഞ്ഞു, നിങ്ങൾ ചില പുതിയത് ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ മാറ്റിവെക്കണം, നിങ്ങളുടെ ഇല്ലായ്മ നിങ്ങൾ മാറ്റിവെക്കണം, നിങ്ങളുടെ ശൂന്യത നിങ്ങൾ മാറ്റിവെക്കണം. ദൈവവൈതലേ, നമ്മളുള്ള അഭിഷേകം ആഴങ്ങളിലേക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പരാജയങ്ങളെ നമ്മൾ ഇന്ന് രാത്രികാലം പറഞ്ഞിട്ട്, ഞാൻ പരാജിതയായിട്ടുണ്ട്, ഇന്ന് രാത്രി ഞാൻ ചിലതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം എന്നിൽ പകർന്ന ദൈവിക അഭിഷേകം അത് കരയ്ക്കടുത്ത് നിൽക്കുവാനുള്ളതല്ല, അത് നിരാശയുടെ അഭിഷേകമല്ല. അത് രാത്രികാലം ഞാൻ വീണ്ടും എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്, ചില പുതിയ ആഴങ്ങളിലേക്ക് പോകുവാൻ, ചിലത് നഷ്ടമായത് ചിലത് പിടിച്ചെടുക്കുവാൻ. അസാധ്യമെന്ന് ഞങ്ങൾ കരുതിയത്, ഹല്ലേലൂയ, ശൂന്യമെന്ന് ഞങ്ങൾ കരുതിയത്, അഭിഷേകമുള്ളത് കൊണ്ട് ആഴങ്ങളിലെ ആത്മീക അനുഭവങ്ങൾ ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രികാലം കർത്താവിന്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിക്കാം. നമ്മളുടെ അഭിഷേകം അസാധ്യതകളുടെ മേൽ വിടൽ ചൂണ്ടുന്നതാണ്. അടുത്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്താം. നിങ്ങൾക്കറിയാം ഇവിടെ എന്ത് സംഭവിച്ചു എന്ന്. അവർ ആഴങ്ങളിലേക്ക് നീക്കിയപ്പോൾ അനോയിന്റിങ് വിൽ പ്രിപ്പയർ യു ഫോർ എ ഗ്രേറ്റ് ക്യാച്ച്. അതായത് ആഴങ്ങൾ, 4-ാം വാക്യം വായിച്ചാട്ട്. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നിർത്തിക്കാട്ടെ. അപ്പോൾ അഭിഷേകം നമ്മളെ ചിലതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഇന്ന് രാത്രികാലം നിങ്ങൾ എൻ്റെ വചനം കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, നിങ്ങളെ ചിലതിന് വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയാ? ഒരു ഗ്രേറ്റർ ക്യാച്ച്. അത് നമ്മുടെ അഭിഷേകം ഇന്ന് രാത്രികാലം ഒന്ന് ജ്വലിപ്പിച്ച കർത്താവെ, ചില പുതിയ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി, പുതിയ കമ്മിറ്റ്മെന്റിന് വേണ്ടി, പുതിയ പ്രിപ്പറേഷന് വേണ്ടി, വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് അസാധ്യതകൾ എൻ്റെ ചുറ്റും അനവധി ഉണ്ടെങ്കിലും നീ എന്നിൽ പകർന്ന അഭിഷേകം ഇന്ന് ജ്വലിപ്പിച്ച് ഞാൻ ആഴങ്ങളിലേക്ക് പോകുവാൻ റെഡിയാണ്. ഗെറ്റ് റെഡി ഫോർ എ ഗ്രേറ്റർ ക്യാച്ച്. ചിലത് വലിയത് പിടിച്ചെടുക്കുവാൻ, ഇതുവരെ നടന്നതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, ഇതുവരെ കണ്ടത് ഒരു കാഴ്ചകളൊന്നുമല്ല, വലിയ സംഭവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി, രാജ്യത്താത്മാക്കളെ നേടുവാൻ, നമ്മുടെ ഈ ലോകത്തിന്റെ ഉപ്പായി, നമ്മുടെ ഈ ലോകത്തിന്റെ വെളിച്ചമായി പ്രകാശിക്കുവാൻ കർത്താവേ, എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം തന്ന് ഒരു വലിയ ക്യാച്ചിന് വേണ്ടി എന്നെ ഒരുക്കുന്ന ഒരു അഭിഷേകം എന്നിൽ പകരുവാൻ എത്ര പേര് രാത്രികാലം പ്രാർത്ഥിക്കും?
ഇത് കേട്ടപ്പോൾ പത്രോസിന് അവൻ്റെതായ കാര്യങ്ങൾ പലത് പറഞ്ഞു, നെഗറ്റീവായിട്ട് പറഞ്ഞു. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഒരു കൺഫെഷൻ, ഒരു സെൽഫ് കൺഫെഷന് വേണ്ടി ഏൽപ്പിച്ചു. അനോയിന്റിങ് വിൽ മേക്ക് യു ടു കൺഫസ് അബൌട്ട് യുവർ ഫെയിലിയർ. അത് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ പലതെല്ലാം ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് അത് സാധ്യമായില്ല. ദൈവമക്കളെ, നമ്മൾ അഭിഷേകത്തിന്റെ കീഴിലാകുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് വരും. നമ്മളെക്കുറിച്ചുള്ള പരാജയത്തിന്റെ ബോധം വന്ന് നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ, എനിക്ക് പരാജയപ്പെട്ടു, എനിക്കിതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ഞങ്ങളുടെ ബലത്തിൽ ഞങ്ങൾ ആശ്രയിച്ചു, ഞങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങളുടെ കഴിവിൽ ഞങ്ങൾ ആശ്രയിച്ച് ഞങ്ങൾ പരാജയപ്പെട്ടു. ഒരു സെൽഫ് കൺഫെഷൻ, നമ്മളെക്കുറിച്ച് ഒരു സെൽഫ് ബോധം, ഒരു സെൽഫ് റിയലൈസേഷൻ, ഒരു സെൽഫ് ഹെൽപ്ലെസ്നെസ്, അത് അവൻ പറയുവാൻ കർത്താവിടെ. അതിന്റെ 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. 5-ാം വാക്യം. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിടാം. അഭിഷേകം നമ്മൾ ചെയ്യുന്ന വലിയൊരു പരിവർത്തനമാണ്. അനോയിന്റിങ് വിൽ മേക്ക് യു ടു ഒബേ. നമ്മളുള്ള അഭിഷേകം, ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ നമ്മളെ ഒരുക്കുന്നതാണ് ദൈവത്തിന്റെ അഭിഷേകം. അനോയിന്റ്. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കും. ഇന്ന് രാത്രികാലം യേശുവിന്റെ വാക്കിന് വേണ്ടി, യേശുവിന്റെ ശബ്ദത്തിനുള്ളിൽ പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഒബീഡിയൻസ്, കർത്താവിനെ അനുസരിക്കുവാൻ, എന്തൊക്കെ പ്രതികൂലങ്ങൾ നീ കടന്നുപോയാലും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുവാനുള്ള ഒരു താല്പര്യം, അഭിഷേകം നിങ്ങൾ പകരട്ടെ എന്ന് ഞാൻ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കറിയാം എന്ത് പറ്റിയെന്ന്. ഒരു വലിയ മീൻകൂട്ടത്തെ അവർ പിടിച്ചെടുത്തു. അനോയിന്റിങ് വിൽ ലീഡ് യു ഫോർ എ ഗ്രേറ്റർ ഹാർവെസ്റ്റ്. അതായത് ഒരു വലിയത് പിടിച്ചെടുക്കുവാൻ, ഹല്ലേലൂയ, അനേകരെ നേടുവാൻ നമ്മളുള്ള അഭിഷേകം ഇന്ന് രാത്രികാലം പരിവർത്തിക്കട്ടെ എന്ന് ഞാൻ വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം അഭിഷേകത്തിന്റെ ഓരോ വശങ്ങളെ കുറിച്ച് ഇത് ഒരുപാട് സംസാരിക്കാനുള്ള തീമാണെങ്കിലും ഞാൻ പെട്ടെന്ന് കമ്പിവാചങ്ങളിൽ ഇതിന്റെ ഹെഡ്ലൈൻസ് മാത്രം പറഞ്ഞു പോവുകയാണ്. അഭിഷേകം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ഈ ഒരു 5-8 വാക്യങ്ങളിൽ വളരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അനോയിന്റിങ് വിൽ ലീഡ് യു ടു ഹാവ് എ ഗ്രേറ്റ് ക്യാച്ച്. നമ്മളുള്ള അഭിഷേകം വലിയ മീൻകൂട്ടത്തെ, വലിയതിനെ പിടിച്ചെടുക്കുന്ന ഒരു അഭിഷേകമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് വല വലിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം പെരുത്ത മീൻകൂട്ടത്തെ കിട്ടിയെന്നാണ് അവിടെ വായിക്കുന്നത്. ദൈവമക്കളെ, നമ്മളുള്ള അഭിഷേകം നമുക്ക് വെക്കുവാനല്ല. എന്താ ചെയ്തത്? അവർ മറ്റുള്ള ബോട്ടുകളെ, ഒന്നും കിട്ടാതെ നിൽക്കുന്ന ബോട്ടുകളെ കൂടി വിളിക്കുവാൻ തുടങ്ങി. അനോയിന്റിങ് വിൽ ഹെൽപ്പ് യു ടു ഷെയർ യുവർ ബ്ലെസ്സിങ് വിത്ത് അതേഴ്സ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഈ അനുഗ്രഹം വ്യാപിപ്പിക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകം നമ്മളെ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം പലർക്കും അവരുടേതായി സ്വന്തമായി വാരിക്കൂട്ടുവാൻ ദൈവരാജ്യത്തിന് പ്രയോജനമില്ലാതെ, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വിഷയമുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ, ദൈവം നിന്നെ ഭൗമികമായി ആത്മീയമായി മാനിച്ചാൽ നിന്നിലൂടെ ദൈവരാജ്യം വളരണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിനോ നിങ്ങൾ കൂട്ടിവെക്കുന്ന സമ്പത്തിനോ യാതൊരു വിലയുമില്ല. നിന്റെ അഭിഷേകം, നിന്റെ അഭിവൃദ്ധി ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിയായിട്ട് മാറണം. അതാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അഭിഷേകമുള്ള എന്റെ യേശു പടയിൽ വന്നു. നിരാശരായ ആ മുഖവരെ എന്റെ യേശു തന്നെയുള്ള അഭിഷേകത്തിലൂടെ എൻകറേജ് ചെയ്തു. അവരെ വീണ്ടും ഒന്നുകൂടി ലോഞ്ച് ചെയ്യുവാൻ, ഒന്നുകൂടി ആഴത്തിലേക്ക് പോകുവാൻ അവരെ പ്രേരിപ്പിച്ചു. അതിനുശേഷം അഭിഷേകമുള്ള ശിഷ്യന്മാർ പത്രോസ് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എൻ്റെ ഫെയ്ത്ത്ലെസ്സിനെ, എനിക്ക് ഫെയ്ത്തിന്റെ കുറവിനെ നീ ശാസിച്ച് എന്നെ വീണ്ടും പ്രാപ്തനാക്കണമേ എന്ന് പറഞ്ഞ് അവർ വല ഇറക്കിയപ്പോൾ വലിയ മീൻകൂട്ടം അവർക്ക് ലഭിച്ചു. അപ്പോൾ എന്താ ചെയ്തത്? അവരുടെ ബ്ലെസ്സിങ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുവാൻ അഭിഷേകം നമ്മളെ പ്രാപ്തരാക്കും. അനോയിന്റിങ് വിൽ ഹെൽപ്പ് യു ടു ഷെയർ യുവർ ബ്ലെസ്സിങ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരെ മാടി വിളിച്ചു, അവരും വന്നു, അവരുടെ പടകിലും നിറച്ചു. അവരൊന്നിച്ച് ഈ അഭിഷേകത്തിന്റെ അംശങ്ങളായി മാറുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം അനോയിന്റിങ് വിൽ ഹെൽപ്പ് യു ടു റിക്ലെയിം വാട്ട് യു ഹാവ് ലോസ്റ്റ്. അതായത് നിനക്ക് നഷ്ടമായത് പിടിച്ചെടുക്കുവാനുള്ള ഒരു പ്രത്യേകതയാണ് അഭിഷേകം എന്ന് പറയുന്നത്. പത്രോസിന്റെ ഗ്രൂപ്പിന്, അവരുടെ ടീമിന് നഷ്ടമായത് ഒരു ക്യാച്ച് അവർക്ക് നഷ്ടമായെങ്കിലും ആ യേശുവിന്റെ അഭിഷേകം ഇവിടെ കടന്നു വന്നപ്പോൾ, അഭിഷക്തനായ എൻ്റെ യേശു കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം മാറ്റി നഷ്ടമായത് വലിയ കൂട്ടത്തോടെ പിടിച്ചെടുക്കുവാൻ യേശുവിനുള്ള അഭിഷേകം അവിടെ വ്യാപരിച്ചതുപോലെ എന്നിൽ നിങ്ങൾ ഇന്ന് രാത്രി കാലം
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ അഭിഷേകം പകരുകയാണ്. എത്ര പേർ ഇന്ന് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കും, കർത്താവേ നീ നുകം തകർക്കുന്ന അഭിഷേകം എൻ്റെ ജീവിതത്തിൽ കർത്താവ് നയിക്കണം. പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ, പരാജയങ്ങളിൽ വീണ്ടും അങ്ങ് ഉത്സാഹത്തോടെ മുന്നേറുവാൻ. ഹല്ലേലൂയ. ഈ അഭിഷേകം എന്നെ മേൽ ഒന്നുകൂടെ പകർന്ന് അഭിഷേകത്തിന്റെ വലിയ അംശയാക്കി എന്നെ തീർക്കണമേ എന്ന് ഇന്ന് രാത്രിക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, അഭിഷേകം നമ്മളിലേക്ക് ചിലരെ ആകർഷിക്കപ്പെടും. രണ്ട്, അഭിഷേകം നമ്മളെ മറ്റുള്ള വ്യത്യസ്തമായ രീതിയിൽ കാണുവാൻ നമ്മളെ പ്രാപ്തരാക്കും. നമ്മളുള്ള അഭിഷേകം മറ്റുള്ളവരേക്ക് വ്യാപരിക്കുന്ന അഭിഷേകം, നമ്മളുള്ള അഭിഷേകം ആമീൻ ഒരു സെപ്പറേഷൻ ക്രീപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന അഭിഷേകം, നമ്മൾ പകർന്ന അഭിഷേകം ഒരു വലിയ ക്യാച്ചിന് വേണ്ടി നമ്മളെ ഒരുക്കുന്ന അഭിഷേകം, നമ്മുടെ കുറവുകൾ കൺഫസ് ചെയ്യുന്ന ഒരു അഭിഷേകം, അതുപോലെ തന്നെ യേശുവിന്റെ വാക്ക് അനുസരിക്കുവാനുള്ള ഒരു അഭിഷേകം, ഒരു വലിയ ഹാർവെസ്റ്റ് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഒരു അഭിഷേകം, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു അഭിഷേകം, നഷ്ടമായത് പിടിച്ചെടുക്കുവാനുള്ള അഭിഷേകം. അനേക കാര്യങ്ങൾ ഞാൻ പറഞ്ഞുവെങ്കിലും ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കും. കർത്താവേ, ഈ അഭിഷേകത്തിന് കീഴിനെ കൊണ്ടുവന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം നഷ്ടമായ ചിലത് പിടിച്ചെടുക്കുവാൻ, നമുക്കൊന്ന പരാജയങ്ങൾ നമ്മൾ വീണ്ടും ഒന്ന് ഉത്സാഹിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ഭാരത്തോടെ പ്രയാസത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവിക അഭിഷേകം നമുക്ക് വ്യത്യാസം വരുത്തും. ദൈവിക അഭിഷേകം നമുക്ക് രൂപാന്തരം വരുത്തും. ദൈവിക അഭിഷേകം നമ്മളെ വീണ്ടും ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ പരാജയങ്ങളെ മാറ്റി നമുക്ക് നഷ്ടമായത് മടക്കി തരുന്ന ദൈവിക അഭിഷേകത്തിന്റെ കീഴിലേക്ക് കടന്നു വരുവാൻ ഇന്ന് രാത്രിക്കാലം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ കർത്താവേ, കരുണയുള്ള ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവികാലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ പരാജയങ്ങൾ, അതിൻ്റെയൊക്കെ നടുവില് യേശുവിന്റെ അഭിഷേകത്തിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും എഴുന്നേറ്റ് ശക്തമതികളായി മുന്നേറുവാനുള്ള ദൈവത്തിന്റെ കൃപ ഞങ്ങളെ അണിയിക്കണം. ഇന്ന് രാത്രികാലം ആരെങ്കിലും ഭാരത്തോടെ, പ്രയാസത്തോടെ, ബുദ്ധിമുട്ടോടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ വിടുതലിന്റെ ശക്തി ഇന്ന് രാത്രികാലം അയച്ച് അവരുടെ ജീവിതത്തിൽ നഷ്ടമായത് മടക്കി കൊടുക്കുവാൻ, അഭിഷേകത്തിന് ആഴങ്ങളിലേക്ക് ദിനത്തെ ഇറക്കുവാൻ നീ സഹായിക്കണം. ദിനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. തുടർന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പിതാവേ, ആമീൻ. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ദൂത് ഇന്ന് രാത്രിയിലും കേൾപ്പാൻ ഇടയായി തീർന്നാൽ എല്ലാവരും ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകത്തിന്റെ ശക്തി, ആ അഭിഷേകത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ അവൻ നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും വിശ്വാസത്തിലും ധൈര്യത്തിലും ബലപ്പെടുത്തുകയും ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിൽ നയിക്കുകയും ചെയ്യുന്നത് ഈ അഭിഷേകത്തിന്റെ ശക്തിയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മുഖങ്ങളെ തകർക്കുന്ന ശക്തിയാണ്. ഹല്ലേലൂയ. നിങ്ങളിൽ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും പോയി എന്റെ സാക്ഷികളാകും. ആ പരിശുദ്ധാത്മാവിന്റെ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിന്റെ അവസാനത്തോളം നമ്മളെ തികയ്ക്കും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ അഭിഷേകത്തിന്റെ ശക്തി നമ്മളിൽ പകരേണ്ടതിനായി പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവവചനം പഠിക്കുവാനൊക്കെ നിങ്ങളെ ബലപ്പെടുത്തുന്നത്, ദൈവവചനത്തിൽ ഉറച്ചു നിൽപ്പാൻ ഇടയായി തീർന്നത്, നഷ്ടമായതിനെ ഹല്ലേലൂയ തിരിച്ചു തരുവാൻ നമ്മളെ സഹായിക്കുന്ന എല്ലാ അഭിഷേകത്തിന്റെ ആ ശക്തിയാ. കർത്താവിന്റെ ദാസിലൂടെ കേട്ടല്ലോ, ഹല്ലേലൂയ, ഇസഹാക്ക് റിബേക്കയെ കരം പിടിച്ച് സാറായുടെ അടുക്കൽ ചെന്നതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മുടെ കരം പിടിച്ച്, ദൈവസഭയുടെ കരം പിടിച്ച് നിത്യതയോളം എത്തിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് കർത്താവേ നിറയ്ക്കണമേ. ഹല്ലേലൂയ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ, ഹല്ലേലൂയ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ, പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ ഒക്കെ ഈ അഭിഷേകത്തിന്റെ ശക്തി ആവശ്യമാണ്. എത്ര പേർ ഹല്ലേലൂയ ഇന്ന് രാത്രി എന്റെ മേൽ അഭിഷേകം പകരണമേ, ആ പുതിയ കൃപയാളാൽ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും ഒന്ന് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, കർത്താവിന്റെ ദാസനെ ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട് ദൈവം തന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ആശ്വാസമായി താൻ ഹല്ലേലൂയ കർത്താവിനാൽ വളരെ ഉപയോഗിക്കപ്പെടുന്നവനായി ഹല്ലേലൂയ ദൈവം സഹായിക്കേണ്ടതിനായി തന്റെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട് പ്രൈസ് ദി ലോർഡ്. നേതൃത്വം കൊടുക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ സഭകളും പുതിയ പ്രവർത്തനങ്ങളും കൊടുക്കുന്ന ദൈവം ആ പ്രവർത്തനങ്ങളെ എല്ലാം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് എല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് സ്തോത്രം ചെയ്താട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ നുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറൂ. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ നുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടിയ കാറ്റടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകൂ. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. കൊടിയ കാറ്റടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണമാകും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണമാകും. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. നമ്മളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് അലോട്ട് പ്രൈസ് അലോട്ട് പ്രൈസ് അലോട്ട്. ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായി, കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കേണ്ടതിനായി ഇന്ന് നാം കേട്ട വചനങ്ങളൊക്കെ അത് ജീവിതത്തിന് ഒരു വിടുതലായി തീരുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരുവാൻ. പ്രൈസ് അലോട്ട് പ്രൈസ് അലോട്ട്. അഭിഷേകത്തിന്റെ ശക്തി, ഹല്ലേലൂയ, നുകങ്ങളെ തകർക്കുന്ന ശക്തി, ഹല്ലേലൂയ, നമ്മുടെ നഷ്ടങ്ങളെ ഹല്ലേലൂയ തിരിച്ചു തരുന്ന ശക്തി, നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്യുവാൻ ഹല്ലേലൂയ ശക്തി പകരുന്ന ആ അഭിഷേകത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ നമ്മളെ നിറയ്ക്കേണ്ടതിനായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന്റെ ദാസനെ, തന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ സഭയെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡേവിസ് പ്രാർത്ഥിച്ചാട്ട്. പാസ്റ്റർ ഡേവിസ് പ്രാർത്ഥിച്ചാട്ട്. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവെ, ഞങ്ങൾക്ക് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ സമയങ്ങളിലും അടിയങ്ങൾക്ക് കർത്താവ് ഇന്ന് പകലിൽ പ്രാർത്ഥനയോടെ ഇരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഇന്ന് രാത്രി അത് സമാപനമായിട്ട് തീരുവാൻ കർത്താവ് ഞങ്ങൾ എല്ലാവരെയും കൂട്ടിവരുത്തിയത് കൊണ്ട് അപ്പാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നിന്റെ ദാസനിലൂടെ കർത്താവെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ കേൾപ്പിക്കുവാൻ തക്കമിടയായി തീർന്നു. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, മറ്റുള്ളവരെ കർത്താവിൻ്റെലേക്ക് ആകർഷിപ്പിക്കുന്ന, ഉദ്യമിപ്പിക്കുന്ന ദൈവപ്രവൃത്തിയിലേക്ക് അവിടെ കഴിവുകളെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ തക്കണം അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് പിതാവിനന്ദിയോടെ സ്തോത്രം. ഈ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം, അനേകർക്കത് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ പകരുമാറാകണമെന്നുള്ള അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു.
അത് ഈ പ്ലാറ്റ്ഫോമിൽ സൗഖ്യമാക്കുന്ന വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിപ്പാൻ തക്കണം ഇടയായി തീരട്ടെ. തൻ്റെ ദാസന്മാരെ കർത്താവെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ ഇവിടെ വ്യാപരിക്കാൻ തക്കണം ഇടയായി തീരട്ടെ. തൻ്റെ ദാസന്മാരുടെ പ്രവർത്തനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം കൂടിയിരുന്നവർ അനുഗ്രഹിക്കുന്ന, വഴി നടത്തുന്ന, മറ്റുള്ളവരെ കർത്താവെ ഹല്ലേലൂയ ഒരു ശ്രുതിയിലേക്ക് കർത്താവെ വഴി നടത്തുന്ന അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയുടെ വ്യാപരിക്കാൻ തൊക്കണം ഇടയാക്കണമെന്നുള്ള അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ മാന്യരായിട്ടും ശ്രേഷ്ഠരായിട്ടും വിളിച്ചിരിക്കുമ്പോൾ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവെ അങ്ങയുടെ മാന്യത ഞങ്ങളെ വെളിപ്പെടുത്തുന്നവരായിട്ട് മാറുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായി സ്തോത്രം. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ പ്ലാറ്റ്ഫോമിൽ വ്യാപരിക്കണം. കർത്താവെ കടഭാരങ്ങളിൽ ആയിരിക്കുന്നവര്, പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നവര്, അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയായി ഇന്ന് രാത്രി വ്യാപരിപ്പാൻ തൊക്കണം ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അത് വിശ്വസിക്കുന്നവരിലൂടെ വരും ദിവസങ്ങളിൽ പ്ലാറ്റ്ഫോമിൽ സാക്ഷ്യമായിട്ട് കേൾക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് ലാലു സാറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവ് വഴി നടത്തി, ഇത്രത്തോളം കർത്താവ് പരിപാലിച്ചു. അവിടുത്തെ തങ്ക ചിറകടിയുടെ കീഴിൽ കർത്താവ് അവിടുന്ന് വഹിച്ച, അവിടുന്ന് മറച്ച, പരിപാലിച്ച അവിടുത്തെ സ്നേഹത്തിനും കരുതലുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവജനം സംസാരിച്ച ഷാജു കെ ദാനിയൽ സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ തൻ്റെ പ്രവർത്തനങ്ങൾ ബൈബിൾ കോളേജ് അതെല്ലാം അങ്ങയുടെ തിരുക്കരയിലേക്ക് തരുന്നു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഹല്ലേലൂയ ഓൺലൈൻ ബൈബിൾ കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ ദാസന്മാർ ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവെ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും, അവരുടെ സഭകൾ, തലമുറകൾ, അവരുടെ കുടുംബാംഗങ്ങൾ, കർത്താവെ ഹല്ലേലൂയ അവരുടെ ഓരോ കാര്യങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം കൂടി ഇരുന്ന് ഈ വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി തരുന്ന കൃപയ്ക്ക് സ്തോത്രം. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയുടെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥനയുടനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ കർത്താവിന്റെ വചനം സംസാരിച്ച വളരെ തിരക്കുകളുടെ ഇടയിലും നമ്മുടെ മധ്യത്തിൽ കടന്ന് വന്ന് സമയം വേർതിരിച്ച് ദൈവം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം തന്നെ സഹായിക്കട്ടെ, മാനിക്കട്ടെ. ദൈവഹിതമായാൽ താൻ മൺഡേ മുതൽ കുട്ടികളുമായിട്ട് താൻ അവരുടെ ബർത്ത്ഡേ ആണ്, ഒരുമിച്ച് ന്യൂയോർക്കിന് പോവുകയാണ്. ദൈവം നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കട്ടെ, തലമുറകളെ മാനിക്കട്ടെ. വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പല വിഷയങ്ങൾ ഈ ഗ്രൂപ്പിലൊക്കെ പറയുവാനിടയായി തീർന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. നമുക്ക് അല്പസമയമേ ഉള്ളൂ ഇനിയും. എങ്കിലും ഹല്ലേലൂയ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യമൊക്കെ കേട്ടല്ലോ. കർത്താവിൻ്റെ കൃപയും കരുതലും ഒന്ന് മാത്രമാണ് ദൈവം നടത്തിയത്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന പ്രൈസ് ദി ലോർഡ് വീണ്ടും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് നമ്മുടെ ദൈവദാസന്മാരൊക്കെ ശുശ്രൂഷയിൽ മുമ്പന്തിൽ നിൽക്കുമ്പോൾ വലിയ പോരുകളും പോരാട്ടങ്ങളും ശത്രുവിൻ്റെ വലിയ ഹല്ലേലൂയ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ അതിന്മേലൊക്കെ ജയമെടുപ്പാൻ ദൈവം നമ്മുടെ ശ്രേഷ്ഠ ദൈവദാസന്മാരെ ഒക്കെ ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഖത്തറിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. സ്തോത്രം. പ്രത്യേകം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആ കൺസ്ട്രക്ഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അറിയാമല്ലോ, ഈ ദേശത്തിൻ്റെ സാഹചര്യങ്ങൾ ഞാൻ പൊതുവായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ ദേശത്ത് ഞങ്ങൾക്ക് ഒരു ചർച്ച് തന്നു, അതിനുള്ള സ്പേസ് തന്നു. അതിൻ്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഹല്ലേലൂയ അടുത്ത ഗഡു ഈ മാസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ കാര്യം നമ്മുടെ സഭയിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രിയ സിസ്റ്റർ ഡിൻസി മാത്യു നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ അന്നേരം തന്നെ ഒരു സഹായം ചെയ്യുവാൻ ഇടയായി തീർന്നു. ആ കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്ന ആ ചെറിയ സഹായങ്ങൾ പോലും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഞാൻ ഇന്ന് രാത്രിയിൽ ഞാൻ ആ ഒരു വീഡിയോ, കർത്താവിൻ്റെ ദാസന്മാർ ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. വളരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സഭ ദൈവത്തിൻ്റെതാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, ആതാള ഗോപുളങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്തോത്രം. അത് ദൈവം സഹായിക്കട്ടെ. തുടർന്ന് മറ്റ് പല വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ സിസ്റ്റർ സാറാമ ഷാജി തൻ്റെ മകൻ്റെ അഡ്മിഷൻ്റെ ഒരു വിഷയം പറഞ്ഞ് ഇന്ന് രാവിലെ തന്നെ പ്രാർത്ഥന അപേക്ഷിച്ചിരുന്നു. ആ പ്രിയ സഹോദരിക്കായി, ആ മകന് വേണ്ടി അഡ്മിഷൻ്റെ കാര്യങ്ങൾ എല്ലാം സ്വർഗം ഒരുക്കി കൊടുക്കേണ്ടതായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തായിട്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ ആത്മാർത്ഥതയോടെ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്ന പ്രിയ സിസ്റ്റർ സാറാമ ഷാജി തൻ്റെ മകൻ്റെ വിഷയത്തിൽ താൻ ഭാരത്തോടെ ആയിരിക്കുന്നു. അതിന് വേണ്ട സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡ്മിഷൻ ആവശ്യമാണ്. സ്വർഗത്തിലെ ദൈവം തനിക്ക് വേണ്ടി അത്ഭുത പ്രവൃത്തി ചെയ്യേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് ആ പ്രിയ സഹോദരനെ, പൈതലിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തായിട്ട്. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം വളരെ ആത്മാർത്ഥതയോടെ ജോയിൻ ചെയ്യുന്ന പ്രിയ സിസ്റ്റർ അക്സ ഡാനിഷ് തനിക്കൊരു നല്ല ജോലി ലഭിക്കേണ്ടതിന്, സ്ഥിരമായൊരു ജോലി ലഭിക്കേണ്ടതിന്, തൻ്റെ
ഹസ്ബൻഡിന് ഒരു ജോലി ലഭിക്കേണ്ടതിന്. അവർ ഇരുവരും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദൈവദാസന്മാരുടെ സുവിശേഷകരുടെ മക്കളാ. ദൈവം അവരെ സഹായിക്കേണ്ടതിന്, അവരുടെ കുടുംബജീവിതത്തെ ദൈവം മാനിക്കേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് ദൈവവചനം പഠിക്കുവാനൊക്കെ വളരെ ആത്മാർത്ഥതയോടെ അവരൊക്കെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാറുണ്ട്. ദൈവം ആ കുടുംബത്തെ സഹായിക്കേണ്ടതിന്, വഴികൾ തുറന്ന് സഹായിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെ കർത്താവിന്റെ ദാസി ഒരു ICBB തന്റെ ഹസ്ബൻഡിന്റെ ഹല്ലേലൂയ വിടുതലിന് വേണ്ടി, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൈവം തന്നെ സഹായിക്കട്ടെ. പിന്നെ പല പ്രിയപ്പെട്ടവരും പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഒന്നും കേൾക്കുവാനുള്ള സമയം, ഒത്തിരി പ്രയർ റിക്വസ്റ്റുകളും പ്രാർത്ഥന ഒക്കെ വന്നതുകൊണ്ട് എല്ലാം ഒന്നും കേൾക്കുവാൻ സമയം ലഭിച്ചില്ല. എങ്കിലും ഇന്ന് രാത്രി നമ്മെ നന്നായി അറിയുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഷെയർ ചെയ്യാം, നമുക്കത് പൊതുവായിട്ട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരും. ആർക്കെങ്കിലും പ്രാർത്ഥന, പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാട്ടെ പാസ്റ്റർ ഡേവിസ്. ഒന്ന്, ഞങ്ങളുടെ സഭയിൽ പുതിയ ആത്മാക്കൾ കടന്നു വരണം, സ്നാനങ്ങൾ നടക്കണം, അതൊരു കാര്യം. മോന് ഞാൻ അപ്പം BBA ഏവിയേഷൻ കഴിഞ്ഞു, ഇപ്പോൾ IOTയുടെ കോഴ്സ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 2-3 മാസമായിട്ട് ഞാൻ അഡ്മിഷൻ എടുത്തിരുന്നില്ല. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇങ്ങനെ ചിന്ത കടന്നു വന്ന കാരണോട് ഞാൻ വിട്ടില്ല. പക്ഷേ ഇപ്പോൾ വിശ്വാസത്താൽ വീണ്ടും അവനെ അഡ്മിഷൻ എടുത്തു. ഒരാഴ്ചയായിട്ട് ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ പഠനത്തെ ഓർത്തുകൊണ്ടും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ അതെല്ലാ ദൈവദാസന്മാരുടെ ആഗ്രഹമാണ്. പുതിയ സ്നാനങ്ങൾ നടക്കണം, സഭയിൽ പുതിയ ജനങ്ങൾ കടന്നു വരണം. കർത്താവിന്റെ ദാസൻ കുന്നംകുളം എന്ന സ്ഥലത്ത്, തൃശ്ശൂരിനടുത്ത്, അവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു. വളരെ ആ ദേശത്ത് കടന്നുപോയി ഒരു കൺവെൻഷനൊക്കെ നടത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഈ ബൈബിൾ കോളേജിലുള്ള ബന്ധത്തിൽ കർത്താവ് ആ ദാസനാണ് അവിടെ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ ഇടയായിത്തീർന്നത്. കർത്താവ് തന്റെ ദാസനെ സഹായിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട് തന്റെ പഠനം പൂർത്തീകരിക്കുക. തന്റെ മകന്റെ പഠന വിഷയങ്ങൾ നമുക്ക് സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മളൊക്കെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ തലമുറകളെയൊക്കെ ദൈവം മാനിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ആ പ്രിയ മകന് വേണ്ടി അത്ഭുത വഴികൾ തുറക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി ദൈവസേനയിൽ സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വിഷയങ്ങൾ ഞാൻ പറയാൻ മറന്നുപോയ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ഓർപ്പിക്കണം ദയവായിട്ട്. സ്തോത്രം. പിന്നെ ഒരു പ്രിയ പാസ്റ്റർ, നമ്മുടെ കറുകച്ചാലിലുള്ള ഒരു ദൈവദാസൻ, ഹല്ലേലൂയ, ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. തന്റെ വൈഫ് നമ്മളോടൊപ്പം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതാണ്. ആ കുടുംബത്തെ, അവർക്ക് കുഞ്ഞുങ്ങളില്ല. ആ പ്രിയ സഹോദരി രാവിലെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ആ കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. ആ പ്രിയ സഹോദരിയെ ദൈവം സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, അല്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഓ പ്രൈസ് ദി ലോർഡ്. ചെന്നൈയിലായിരിക്കുന്ന LC സാബു എന്റെ ഹസ്ബൻഡ് ICUലായിരിക്കുന്നു. പ്രത്യേക വളരെ സീരിയസ് ആ കണ്ടീഷനിലാണ്. എന്നോട് പ്രത്യേകം പറഞ്ഞു. ഞാനും ആ നാട്ടുകാരനാണ്, തൃശ്ശൂർകാരനാണ്. ആ വിഷയം പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി പ്രിയ സിസ്റ്റർ LC, ഹല്ലേലൂയ. എനിക്കും ഫോട്ടോയൊക്കെ നേരത്തെ അയച്ചു തന്നിരുന്നു. നമ്മൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മൾ വീണ്ടും ആ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി വളരെ വേദനയോടെ ആയിരിക്കുന്നു. തന്റെ ഹസ്ബൻഡ് നീണ്ട നാളുകളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഹല്ലേലൂയ. ദൈവം തന്നെ സഹായിക്കേണ്ടതിനായിട്ട് LC സാബുവിനായിട്ട്, ആ കുടുംബത്തിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ചെന്നൈയിലായിരിക്കുന്ന ആ പ്രിയ സഹോദരിയെ ദൈവം ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. തന്റെ ഹസ്ബൻഡിന് പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും കൊടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് ഞാനൊരു പ്രാർത്ഥന വിഷയം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. അത് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴൊക്കെ അപ്പം ഭയങ്കര തുമ്മലിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അപ്പൊ ഇന്നലെ ഇന്നും ഒക്കെ ഭയങ്കര തുമ്മലും പ്രയാസമായിരുന്നു. അപ്പൊ അത് പൂർണ്ണമായിട്ടൊന്ന് മാറാൻ വേണ്ടി എത്ര മെഡിസിൻ എടുത്തിട്ട് അതിനൊന്നും യാതൊരു അന്നത്തേനൊരു ശാശ്വത പരിഹാരം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കത് പൂർണ്ണമായിട്ടും മാറണം. കാരണം ഭയങ്കര വല്ലാത്തൊരു ഇത് ഒരുപാട് തുമ്മിക്കഴിയുമ്പോൾ ശ്വാസമുട്ടലിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രയാസമുണ്ട്. അപ്പം അത് 90% പ്രശ്നമില്ല, എങ്കിലും അതിന് കൂടുവാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അപ്പം തൈറോയിഡിൻ്റെ ഹോർമോണിന് കൂടുവാൻ ഇടയാകരുത് എന്നൊരു ആ വിഷയത്തെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക പ്രിയ സിസ്റ്റർ അഞ്ജു സാറ, നമുക്കെല്ലാവരും വളരെ സുപരിചിതമാണ്. ബൈബിള്
വായിക്കുന്ന പ്രിയ സഹോദരിയാണ്. ദൈവം തന്നെ സഹായിക്കേണ്ടതിന്, ആ അലർജിയുടെ വിഷയത്തിന് ഒരു പൂർണ്ണമായ സൗഖ്യം കൊടുക്കേണ്ടതിന് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം ആ പ്രിയ സഹോദരി ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല എന്ന് പറയുന്ന പോലെ കർത്താവ് തനിക്ക് പൂർണ്ണമായ ഒരു സൗഖ്യവും ആരോഗ്യവും ബലവും കൊടുക്കേണ്ടതിനായി, കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ദൈവം അവരെ കുടുംബമായി സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും? പക്ഷേ എൻ്റെ മോളുടെ കൊച്ചിന് ശക്തമായ പനിയും ഛർദി, മോൾക്കും അതെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൗണ്ട് വളരെ കൂടുതലാണ്. 10,000 പാടുള്ള 13,000 ചില്ലാനും കൗണ്ട് ഉണ്ട്. അപ്പോൾ കൊച്ചിന് പനി കുറയണില്ല. ലൂസ് മോഷനും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. പ്രത്യേകാൽ പ്രിയ സിസ്റ്റർ ബിന്ദു സുരേന്ദ്രൻ തൻ്റെ കൊച്ചുമക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും കൊടുക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവ് വിടുതൽ കൊടുക്കട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തായിട്ട്. തന്റെ സാക്ഷ്യം കേട്ടല്ലോ. ഹല്ലേലൂയ. അക്കൗണ്ടൊക്കെ ഹല്ലേലൂയ നോർമൽ ആകേണ്ടതിനായിട്ട്, ദൈവിക പ്രവൃത്തി ഉണ്ടാകേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ എല്ലാം എനിക്കറിയാം, ഒത്തിരി വിഷയങ്ങളാൽ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഡിവൈസിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരു പക്ഷേ സമയത്തിന്റെ കുറവ് കൊണ്ട് പറയാത്തതായിരിക്കാം. എന്നാൽ നിങ്ങളെ നന്നായി അറിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ലാലു പാസ്റ്റർക്കോ ഷാജി പാസ്റ്റർക്കോ ഒന്നും നിങ്ങളെ അറിയില്ലെങ്കിലും, നിങ്ങളെ വ്യക്തിപരമായി നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയില്ലെങ്കിലും, നമ്മളെ എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മുടെ നിലവുകളെ, നമ്മുടെ ഹല്ലേലൂയ, നിങ്ങൾക്കൊരു പക്ഷേ പൊതുവായിട്ട് പറയുവാൻ കഴിയാത്ത വിഷയങ്ങളായിരിക്കാം, പലവിധമായ ഭാരങ്ങളായിരിക്കാം, ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള ബന്ധനങ്ങളായിരിക്കാം, പ്രവർത്തനങ്ങളിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രത്യേക ഹല്ലേലൂയ. ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച, ഞാൻ വളരെ ഹൃദയത്തിന്റെ ഭാഷയിലാണ് പറയുന്നത്, നന്ദിയോടെ പറയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവൻ ആർക്കും കടക്കാരനല്ല. സ്തോത്രം. ഈ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതികൾക്ക് വ്യതിയാനം വന്നതുപോലെ ദൈവദാസന്മാർ ദൈവമക്കളെയൊക്കെ ഓർത്തു പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആന്റിമാരെ, അമ്മമാരെ, ഹല്ലേലൂയ സഹോദരന്മാരെ, പാസ്റ്റർമാരെ, ഹല്ലേലൂയ ദൈവം ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. വളരെ ആദരവ്, വളരെ സ്നേഹത്തോടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന നല്ല ഉത്സാഹത്തിനായി സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ തുടങ്ങിയപ്പോൾ ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു. 100-200 പേര് കൂടുതൽ ലൈവായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഏകദേശം 100 പേരായിട്ടുണ്ട്. പകുതിയല്ല, 3/4 ഭാഗത്തിൽ കൂടുതൽ ആൾക്കാർ ഇടയ്ക്ക് പട്ടുപോയി. എന്നാൽ ഇത്രത്തോളം ദൈവവചനം പഠിക്കുവാൻ ആ കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ ആ അഭിഷേകത്തിന്റെ ശക്തി ഉള്ളത് കൊണ്ടാണ് ദൈവവചനം പഠിക്കുവാൻ ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും. ഇതുപോലെ ഹല്ലേലൂയ ഇരുന്ന് ഒരുപക്ഷെ ലൈവ് അല്ലെങ്കിൽ പോലും പഠിക്കുവാനൊക്കെ ഹല്ലേലൂയ നോട്ട് എഴുതുവാനും അത് ഫോളോ ചെയ്യുവാനും. എനിക്കറിയാം പലരും യൂട്യൂബിലൊക്കെ ലേറ്റ് ആയാൽ രാവിലെ ചോദിക്കും, പാസ്റ്റർ യൂട്യൂബിൽ വന്നില്ലല്ലോ. സ്തോത്രം. അപ്രകാരമൊക്കെ ദൈവവചനം രണ്ടാമതും ഒക്കെ കേട്ട് പഠിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തലമുറകൾക്കും അത് അനുഗ്രഹമായിരിക്കാം. സ്തോത്രം. ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഒരുക്കുവാൻ കർത്താവിന്റെ ദാസന്മാരെ ഒക്കെ ദൈവം സഹായിച്ചല്ലോ. അവരെല്ലാം ദൈവം സഹായിക്കട്ടെ. നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സ്തോത്രം. വിവിധ സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന, വളരെ ഹോംവർക്ക് ചെയ്ത് പഠിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇതിന്റെ മറ്റ് ചുമതലകൾ ചെയ്യുന്നവരുണ്ട്, അവരെല്ലാം ദൈവം സഹായിക്കട്ടെ. ഇതിന്റെ പുറകിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറ്റുള്ളവരെ ചേർക്കുന്നവരുണ്ട്, ബ്രോഷറുകൾ തയ്യാറാക്കുന്നവരുണ്ട്, സൂം തയ്യാറാക്കുന്നവരുണ്ട്, ഇത് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, ഇതിന്റെ പുറകിൽ ഹല്ലേലൂയ കൃത്യസമയത്ത് ഇത് തുറക്കുന്നവരുണ്ട്. എല്ലാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു ചെറു വിരൽ പോലും അലക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അതിനേക്കാൾ എല്ലാം ഉപരി ആത്മാർത്ഥതയോടെ നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ ദൈവവചന പഠനത്തിനു വേണ്ടി സമയം കണ്ടെത്തി സ്തോത്രം ഓടി വന്ന് നിങ്ങളുടെ നെറ്റും ഒക്കെ ചെലവാക്കി ദൈവസേനയിൽ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആ ആത്മാർത്ഥതയെ ദൈവം മാനിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും
എല്ലാവരും നമ്മുടെ ഈ അഗാപ്പെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങൾ ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇതൊരു സർട്ടിഫിക്കറ്റ് മേടിക്കുക എന്നുള്ളതല്ല. കർത്താവിന്റെ ദാസൻ അർച്ചോട്ടോ അല്ലെ, കർത്താവിന്റെ ദാസനോടെ കേൾച്ചതുപോലെ ആ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് നമ്മളെല്ലാവരും സുവിശേഷത്തിന്റെ ഒരു വാഹികളാണ്. ഇതിനകത്തുള്ള എല്ലാ സ്റ്റുഡൻസും കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി. ഹല്ലേലൂയ. ദൈവം അവരെ ഒക്കെ അയക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥതയോടെ ഇന്ന് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യേകിച്ച് അഗാപ്പെ മിനിസ്ട്രീസിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പല സ്ഥലങ്ങളില് ഹല്ലേലൂയ പുതിയ പ്രവർത്തനങ്ങൾ ഈ 16-ാം തീയതി തിരുവല്ലയില് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരു പുതിയ അഗാപ്പയുടെ ചർച്ച് ആരംഭിക്കുകയാണ്. സ്തോത്രം. ആ പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിച്ചാൽ കുവൈറ്റില് ഒരു പുതിയ ചർച്ച് ആരംഭിക്കുന്നു. അബുദാബിയില് ഒരു പുതിയ സഭ ആരംഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സൗദി അറേബ്യയില് ദമാമില് ഒരു പുതിയ ചർച്ച് ആരംഭിക്കുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സഹകരണം. ന്യൂയോർക്കിൽ നമ്മുടെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. ആസ്ട്രേലിയയിൽ നമ്മുടെ ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്തോത്രം. നമ്മുടെ സഭ നമ്മുടെ പേര് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. ഹല്ലേലൂയ. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി കർത്താവ് തന്ന ദർശനം, ഹല്ലേലൂയ, മറ്റുള്ളവരിൽ ഹല്ലേലൂയ പല അൺറീച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കർത്താവിന്റെ വചനം എത്തിക്കുവാൻ, അനേകരെ കർത്താവിന് വേണ്ടി രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിന്, പ്രവർത്തനങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. കോട്ടയത്ത് മണ്ണാട് ഹല്ലേലൂയ ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തെ ദൈവം സഹായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ കോട്ടയത്തുള്ള ബൈബിൾ കോളേജിനെ ദൈവം സഹായിക്കണം. മറ്റു പ്രവർത്തനങ്ങളെ എല്ലാം ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ഇത് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാര്, മിഷൻ ഡയറക്ടേഴ്സ് ഉണ്ട്, മറ്റു പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അവരെ എല്ലാം സഹായിക്കേണ്ടതിനായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നമ്മുടെ ഇതിൽ പഠിക്കുന്ന അനേകർ എനിക്കറിയാം. നോർത്ത് ഇന്ത്യയിലൊക്കെ സുവിശേഷ വേലയുണ്ട്. ഹല്ലേലൂയ. പാലക്കാട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, കണ്ണൂര്, തൃശ്ശൂരൊക്കെ സുവിശേഷ വേലയിലായിരിക്കുന്ന അനേക ദൈവദാസന്മാർ, അവരുടെ സഹധർമ്മിണികളുണ്ട്. ദൈവം അവരുടെ പ്രവർത്തനങ്ങളെ എല്ലാം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. ഹല്ലേലൂയ. കണ്ണുനീരോടെ കൊയ്യുന്നവൻ ആർപ്പോടെ കൊയ്യും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ, ഏറിയ നാൾ കഴിഞ്ഞാൽ അത് ലഭിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നമ്മുടെ നമ്മുടെ ഹല്ലേലൂയ അധ്വാനം ഒന്നും വൃഥാവാകാതെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി പ്രിയ ബ്രദർ ഹർലോഡ് ഫെർണാണ്ടസ് കാനഡയിൽ നിന്ന് പ്രാർത്ഥിച്ച് സഹായിച്ചാട്ട്, അവസാനമായി പ്രാർത്ഥിച്ചാട്ട്. കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയൽ പാസ്റ്റർ ആശീർവാദവും പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പ ഈ പ്രവർത്തനത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ചാപ്പൽ സർവീസ് കർത്താവേ, സ്തോത്രം, ഉപവാസത്തോടു കൂടി പ്രാർത്ഥനയോട് കർത്താവേ, അവർ സന്നിധിയിൽ കർത്താവേ ആയിരിക്കുന്ന കർത്താവ് ദേവദാസിമാരൊക്കെയും കർത്താവേ അവിടുത്തെ പൊന്നുകരത്തിൽ കർത്താവ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ സ്തോത്ര ഹല്ലേലൂയ. കർത്താവേ, ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്ര ഹല്ലേലൂയ. ദർശനങ്ങൾ, വെളിപ്പാടുകൾ നൽകണമേ കർത്താവ്, കൃപാവരങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വചനം സംസാരിച്ച മകന കർത്താവിന്റെ കരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറച്ച നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്, സ്തോത്ര ഹല്ലേലൂയ. കർത്താവ്, ദേവദാസൻ പറഞ്ഞ പോലെ കർത്താവ്, സ്തോത്ര ഈ വചന പഠനം കർത്താവ് ഞങ്ങൾക്ക് കർത്താവ് ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് അഭിഷേകത്തെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തോത്ര ഹല്ലേലൂയ. കർത്താവ്, വെറുതെ കേട്ട് കർത്താവ് സ്തോത്ര സമയം കളയല്ലപ്പ രീവര ഘടകങ്ക രീകര സിദ്ധര വരവര കർത്താവ് ഹല്ലേലൂയ. കർത്താവ് അവിടുത്തെ കാര്യങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട മാനപാത്രങ്ങളായി തീരാൻ തക്കൊണ്ട് കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവിടുത്തെ കർത്താവ് ചൊരിയുന്ന കർത്താവ് ഈ അഭിഷേകം കർത്താവ്, സ്തോത്ര കർത്താവ് ഞങ്ങൾ നിറഞ്ഞ് കവിയണപ്പ അത് മറ്റുള്ളവർക്ക് നന്മക്കായി ഗുണത്തിനായി അനുഗ്രഹത്തിനായി തീരുവാൻ തക്കൊണ്ട് കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തോത്രം, സ്തോത്ര ഹല്ലേലൂയ. കർത്താവ്, വിശ്വസാൽ കർത്താവ്, സ്തോത്ര പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അനേക ദേവദാസന്മാർ കർത്താവ് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാണപ്പ, സ്തോത്ര ഹല്ലേലൂയ. കർത്താവ്, സ്വർഗം പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്, സ്തോത്ര ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ കർത്താവ് പ്രാർത്ഥിക്കാണപ്പ, രീവര ഘടകങ്ക രീക സിദ്ര
ഹാലേലിയ കർത്താവ്, ഓരോ ആവശ്യത്തിന് മുന്നിൽ സ്വർഗം കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കർത്താവ് ജീവിക്കണമേ കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്ന അപ്പ സ്തോത്ര. ഹാലേലിയ കർത്താവ്, തലമുറകൾ അനുഗ്രഹിക്കണം കർത്താവ്, കൊച്ചുമക്കൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹാലേലിയ കർത്താവ്, അവിടുത്തെ സാന്നിധ്യം കൃപയും കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ സ്തോത്ര. ഹാലേലിയ കർത്താവ്, ഓരോ ദിവസം കർത്താവ് സ്തോത്ര കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളരുവാൻ തക്കവണ്ണം കർത്താവ് ദർശനം വെളിപ്പാടുകൾ കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹാലേലിയ കർത്താവ്, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ് സ്തോത്ര. ഹാലേലിയ കർത്താവ്, ഇന്ന് നല്ല പാട്ടുകൾ പാടിയ ദേവദാസന കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവ്. ഹാലേലിയ കർത്താവ്, ഇതിന്റെ കർത്താവ് സ്തോത്ര. ഹാലേലിയ മേൽനോട്ട് വഹിക്കുന്ന കർത്താവ് ഷാജി പാസിന കർത്താവ് ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹാലേലിയ ലാലു പാസിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹാലേലിയ കർത്താവിന്റെ സാന്നിധ്യം കൂടുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാ ആപത്ത് അന്നേരത്തിന് വിടിവെച്ച് കർത്താവ് സ്തോത്ര. ഹാലേലിയ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുന്ന കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്. ഒരിക്കൽ കൂടി ദേവദാസന്മാർ ദൈവമക്കൾ കർത്താവ് തലമുറകളൊക്കെ തിരിച്ചറിലോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാ വാഹനങ്ങൾ ഓടിക്കുന്ന കർത്താവ് ദേവദാസന്മാരോട് പ്രാർത്ഥിക്കുന്നു. 2 വീലർ 3 വീലർ 4 വീലർ കർത്താവ് സഞ്ചരിക്കുന്ന ഓടിക്കുന്ന വാഹനങ്ങളൊക്കെയും കർത്താവ് ഞങ്ങൾ തിരക്തത്താൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കാനപ്പ. എല്ലാവിധമായ ആക്സിഡന്റിൽ നിന്ന് കർത്താവ് പൂർണ്ണമായിട്ട് വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കൊടുത്തിരിക്കുന്ന ആയുസിന്റെ പൂർണ്ണത വരെ കർത്താവ് അവിടെ സന്നയിൽ കർത്താവ് പൂർണ്ണ വിശ്വയോടും വിശ്വസ്തയോടും കർത്താവ് അനുഗ്രഹപ്പെട്ട മാനപാത്രങ്ങളെ തീരാൻ തക്ക കർത്താവ് സഹായിക്കണമേ. എല്ലാ ആക്സിഡന്റും പൂർണ്ണമായിട്ട് വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹാലേലിയ കർത്താവ്, വചനം പഠിപ്പിക്കുന്ന കർത്താവ് 5 ദാസന്മാരും കർത്താവിന്റെ കരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനത്തിന്റെ മർമ്മകൾ സംസാരിക്കുന്ന കർത്താവ്. നാവിന്റെ കെട്ടുകൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനം കർത്താവ് ഞങ്ങൾ പഠിപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹാലേലിയ കർത്താവ്, ഈ പ്രവാസമേ കർത്താവ് ഇങ്ങനെ കൂടി വരാൻ തക്കവണ്ണം കർത്താവ് തന്ന കൃപക്കാറ്റ് എന്നോട് ശ്രദ്ധിക്കുന്നു. കാരണം ഓരോ ദേവദാസന്മാരും കർത്താവിന്റെ കരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൃപയും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹാലേലിയ കർത്താവ്, ഒരിക്കൽ കൂടി കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് അനുഗ്രഹിക്കണം, കൂട്ടായ്മ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടായി സ്തോത്രം. മാനവും മഹത്വം സ്വർഗത്തിൽ അപ്പനെടുക്കണം. സർവശക്തനായ കർത്താവ് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപ്പ പ്രാർത്ഥന കേൾക്കണം. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം കർത്താവ് നമ്മളെ രാത്രി സഹായിച്ചതായ കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സമയത്തിനായിട്ട് നന്ദി, പ്രാർത്ഥനയ്ക്കായി നന്ദി, സ്നേഹത്തിനായി നന്ദി. ഈ മീറ്റിംഗ് പ്രസൈഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ എല്ലാവരോടുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. നമുക്ക് സന്തോഷത്തോടെ കടന്നു പോകാം, ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിനിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നമ്മുടെ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെയും നമ്മുടെ ഈ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ കൂടെയും ഇന്നു വരെയും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവോട് ചെയ്യുന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. കർത്താവേ അങ്ങ് വരണമേ. God bless you all. Have a blessed night. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് എന്റെ ഈ അപകട പേര് അറിഞ്ഞ ഉടനെ ഷാജൻ പാറക്കടവിലാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ മുൻകൈ എടുത്തത്. എന്നാൽ അദ്ദേഹത്തിന് ഇന്ന് താൻ ഒത്തിരി ജഡ്ജ് ഒക്കെ ചെയ്യുന്ന ആളാണ് പ്രോഗ്രാമിനൊക്കെ. അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമിൽ ഇടുക്കിയിലായതുകൊണ്ടാണ് തനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കാതിരുന്നത്. അദ്ദേഹത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാളെ വൈകിട്ട് നമ്മുടെ മീറ്റിങ്ങിന് ഇപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് വളരെ കുറവാണ്. ഞങ്ങളൊക്കെ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം നിങ്ങളാണ് ചേർത്തവരോടൊക്കെ നിങ്ങളൊന്ന് ഉത്സാഹിപ്പിക്കണം ദയവായിട്ട്. അതുപോലെ നമ്മൾ ദൈവം സഹായിച്ചാൽ ഏപ്രിൽ നമ്മുടെ ഗ്രാജുവേഷൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ നല്ല അനുഗ്രഹമായി നടത്തുവാൻ നിങ്ങൾ അടുത്തുള്ളവർ ദൂരെയുള്ളവർ ഒക്കെ കടന്നു വരുവാൻ പ്ലാൻ ചെയ്യണം. അതിന്റെ പക്ക ഡേറ്റ് നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ്. ദൈവമെല്ലാം നന്നായി ചെയ്യട്ടെ. ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും തിങ്കളാഴ്ച വൈകിട്ട് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. Amen. Thank you.